السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. अपने महबूब को ये खुदा ने कहा तू जो चाहे तो क़िबला बदल जाएगा. जो है तेरी रज़ा वो है मेरी रज़ा. സർവാദരണീയരായ ഈ വേദിയുടെ എല്ലാമെല്ലാമായ സാരഥി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, മറ്റ് സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ ഈ നാടിനും ഈ രാജ്യത്തിനുമെല്ലാം ആത്മീയമായി വെളിച്ചം നൽകി നമ്മുടെ നറുമുറ്റത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മദനി തങ്ങളവറുകളുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ചാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു മഹാനവറുകളുടെയും 7 പതിറ്റാണ്ടോളം ഈ മഹത്തായ ആസ്ഥാന നഗരിയിൽ അറിവിന്റെയും ആത്മീയതയുടെയും സാരഥ്യം വഹിച്ച താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെയും മറ്റ് സാദാത്തുക്കൾ ഔലിയാക്കളുടെയും എല്ലാം പ്രീതിയും സന്തോഷവുമുള്ള സദസ്സായി അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുക്കൾ കാണിച്ചു തന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം മുറതെറ്റാതെ പാലിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല ഔദാര്യമായി നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ അവസരത്തിൽ പ്രാധാന്യമുള്ള ഒരുപാട് വിവരങ്ങൾ ഈ വേദിയിൽ വെച്ച് തന്നെ നിങ്ങളോട് പങ്കുവച്ചു കഴിഞ്ഞു. ലോകത്തെവിടെ പോയാലും ഒരിക്കലും അവസാനിക്കാത്ത വിലാസത്തിന്റെ ഉടമകളായി, അംഗീകാരത്തിന്റെ പ്രമാണങ്ങളായി ആദരിക്കപ്പെടുകയും സന്ദർശിക്കപ്പെടുകയും ചെയ്യുന്നത്
അതാതു നാടുകളിൽ കഴിഞ്ഞുപോയ ആത്മീയ നേതാക്കന്മാരും ഔലിയാക്കളുമാണ്. നാം എല്ലാവരും പുതിയ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. ഈ പുതിയ യുഗത്തിലെ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായം, ഭൗതികമായ വിദ്യാഭ്യാസം കൂടുതൽ നേടാനുള്ള ഓട്ടപ്പാച്ചിലിലും അത്യാഗ്രഹത്തിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആനുകാലിക യുഗത്തിലെ മുസ്ലിം ജനത ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പ്രളയത്തിൽ ആത്മീയതയും അതുപോലെ മാനുഷികമായ മൂല്യങ്ങളെയും മതകീയമായ മൂല്യങ്ങളെയുമെല്ലാം മറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത്. ഇസ്ലാം ഒരിക്കലും ഭൗതികമായ വിദ്യാഭ്യാസത്തിന് എതിരല്ല. ആനുകാലികമായ വിദ്യാഭ്യാസത്തിന് മതം വിമർശിക്കുന്നില്ല. ലോകത്തുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും വ്യക്തമായ ഒരു കാഴ്ചപ്പാടും വീക്ഷണവും പരിശുദ്ധമായ ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഇസ്ലാമിന്റെ അന്വേഷണത്തിന്റെയും പഠനത്തിന്റെയും തലങ്ങൾ കടന്നുപോകാത്ത ഒരു പ്രദേശവും ഒരു മേഖലയും ഇല്ല എന്നതാണ് വസ്തുത. പ്രിയമുള്ള സഹോദരന്മാരെ, ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ മുഴുവൻ ജീവിത മേഖലകളെയും എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന നേതാവാണ്. ആനുകാലിക യുഗത്തിലെയും ആധുനിക യുഗത്തിലെയും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സന്ദേശങ്ങളെയും പാഠഭാഗങ്ങളെയും കൂടുതൽ അന്വേഷിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ ആളുകൾ കാര്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്തുന്നവരും അതിനനുസരിച്ചുകൊണ്ട് സമീപിക്കുന്നവരുമാണ്. വളരെ നീണ്ട ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യം ഈ വിഷയത്തിനുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഭൗതികമായ ജീവിതം എത്രമാത്രം നമുക്ക് നീണ്ടു നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചുകൊണ്ടാണ് ഭൗതിക ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ തയ്യാറാക്കേണ്ടത്. പാരത്രികമായ ജീവിതം നമുക്ക് എത്രമാത്രമാണോ അനുഭവിക്കേണ്ടത് അതിനനുസരിച്ചാണ് പാരത്രിക ജീവിതത്തിലേക്ക് നാം പഠിക്കുകയും സമ്പാദിക്കുകയും ചെയ്യേണ്ടത്. ഈ ഒരു അടിസ്ഥാനപരമായ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ ഞാൻ എത്രമാത്രം ഭൗതികമായ സമ്പാദ്യം ഉണ്ടാക്കണം, ഞാൻ എത്രമാത്രം ഭൗതികമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം,
ഭൗതികമായ വിദ്യാഭ്യാസത്തിന് മനുഷ്യൻ നൽകേണ്ട പ്രാധാന്യം എത്രയാണ്? ഇതെല്ലാം അന്വേഷിക്കുമ്പോൾ അവരോട് തിരിച്ചു പറയാനുള്ള മറുപടി, നീ എത്ര കാലമാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നത്, അത്രയും പ്രാധാന്യമാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന് നൽകേണ്ടത്. നീ എത്ര കാലമാണ് പാരത്രിക ലോകത്ത് ജീവിക്കേണ്ടത്, അത്രയും പ്രാധാന്യമാണ് ആത്മീയമായ കാര്യങ്ങൾക്ക് നൽകേണ്ടത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലായി ഭൗതിക ലോകത്ത് ജീവിച്ചത് 26 കൊല്ലമാണ്. ഇസ്ലാമിനെ പഠിക്കാനും അറിയാനും തുടങ്ങിയ ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭൂമി ലോകത്ത് ജീവിച്ചത് 26 കൊല്ലമാണ്. ആ 26 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും നബിതങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലൂടെ നീങ്ങുകയും ചെയ്ത കാരണത്താൽ മഹാനവറുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് സ്വർഗ സമാനമായ ഖബറിൽ കിടക്കാൻ ഇന്ന് വരെ കഴിഞ്ഞത് 1400ഓളം വർഷമാണ്. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തുകൊണ്ട് ആത്മീയതയെ മറന്ന് ഭൗതികതയെ പ്രേമിച്ച് ജീവിച്ചത് 11 കൊല്ലമാണ്. ആ 11 കൊല്ലത്തെ അശ്രദ്ധ കൊണ്ട് നരകക്കുണ്ടാകുന്ന ഖബറിൽ അബൂജഹൽ കിടക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ 15 വർഷം കൂടുതലായിട്ടുണ്ട്. ഈ വസ്തുതകൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയും. ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ പോലും മക്കളെ സ്കൂളിലേക്ക് വിടാൻ, കോളേജിലേക്ക് വിടാൻ, ഭൗതിക കലാലയങ്ങളിലേക്ക് വിടാൻ വലിയ താല്പര്യമാണ്. 3 വയസ്സ് മുതൽ LKG തുടങ്ങി, ചിലപ്പോൾ അതിനേക്കാൾ മുമ്പ് പ്രീ KGയോ പ്രീ സ്കൂളോ തുടങ്ങി നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് വിടുകയാണ്. ഏതെങ്കിലും ഒരു ജോലിയോ സാമ്പത്തികമായ മേന്മയോ സാമൂഹികമായ അംഗീകാരമോ ലഭിക്കുന്നതുവരെ നാം അവരുടെ വിദ്യാഭ്യാസത്തിന് നിതാന്തമായ ശ്രദ്ധ നൽകുകയാണ്. എന്നാൽ ഒരു വിദ്യാർത്ഥി സ്കൂളിലൂടെ, പ്രീ യൂണിവേഴ്സിറ്റിയിലൂടെ അവൻ പഠിച്ച് നേടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും, എല്ലാ അംഗീകാരങ്ങളും, എല്ലാ തസ്തികകളും, എല്ലാ ബഹുമതികളും അവന്റെ മരണത്തോടെ അവസാനിക്കുന്നു എന്ന വസ്തുത നാം പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ മദ്രസയിലൂടെ, ദർസിലൂടെ, അറബി കോളേജിലൂടെ, ദഅവാ കോളേജിലൂടെ, ആത്മീയമായ പാഠശാലയിലൂടെ അല്ലാഹുവിന്റെ പവിത്രമായ ഇൽമ് പഠിക്കുന്ന ആളുകൾ, അതുവഴി അവർക്ക് ലഭിക്കുന്ന സ്ഥാനം, അതുവഴി അവർക്ക് ലഭിക്കുന്ന പരിഗണന ഭൗതികമായ ലോകത്ത് മാത്രമല്ല, മരണാനന്തരവും പരലോകത്തും അത് പ്രാധാന്യമുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ താജുൽ ഉലമ തങ്ങളവറുകൾ നമ്മളോട് വിട പറഞ്ഞുപോയി. എന്നാൽ യഥാർത്ഥത്തിൽ അവിടുന്ന് നമ്മളോട് യാത്ര ചോദിച്ചിട്ടില്ല. കാരണം മഹാനവറുകളിൽ നിന്ന് അറിവും ആത്മീയതയും അനുഷ്ഠാനവും ആരാധനാമുറകളും പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും
ആ പ്രചരണ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്ന പതിനായിരങ്ങളെ ഇവിടെ ബാക്കി വച്ചിട്ടാണ് മഹാനവറുകൾ യാത്രയായിട്ടുള്ളത്. അവിടുത്തെ സന്താനങ്ങളായി മഹാന്മാരായ സയ്യിദുമാരായ നേരെ മക്കൾ മാത്രമല്ല ഇവിടെയുള്ളത്. അവരുടെ സന്താനങ്ങളായി പറയാനുള്ള പതിനായിരക്കണക്കിന് ശിഷ്യഗണങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും മഹാനവറുകളുടെ വെളിച്ചത്തെ പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവകാശവാദം പറയാൻ, ഈ ഒരു അർഹത പറയാൻ ഭൗതികമായ ലോകത്തെ ഒരാൾക്കും സാധിക്കുന്നില്ല. ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായം വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ടത്, ആനുകാലികമായ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം എതിരല്ല. പക്ഷേ അതിനേക്കാളെല്ലാം മഹത്വമുള്ളത്, എല്ലാ കാലത്തും മൂല്യമുള്ളത്, എപ്പോഴും പ്രാധാന്യമുള്ളത് അള്ളാഹുവിനെ അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുക, അതുപോലെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ അറിയുക എന്നതിലാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചാണ്. അതോടൊപ്പം കുറെ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് അയാൾ പഠനം നടത്തുന്നത്. കുറെ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ ഒരു മനുഷ്യ ശരീരത്തെ കീറി മുറിച്ചും ഉള്ളറകളിലേക്ക് കടന്നും സൂക്ഷ്മമായി പരിശോധിച്ചും ഒരു ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചാണ്. ചിലപ്പോൾ അവൻ പെരുമാറുന്നത് രക്തമാണ്, ചലമാണ്, രഹസ്യഭാഗങ്ങളാണ്, കാണാൻ അറപ്പുള്ളതാണ്, സ്മെല്ല് ചെയ്യാൻ പറ്റാത്തതാണ്. പലപ്പോഴും വൃത്തികേടുകളോടാണ് അവൻ ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം വേണ്ട എന്നല്ല. എന്നാൽ ഒരു മഹാനായ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു മുത്തഅല്ലിം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമാണ്, പരിശുദ്ധമായ ഖുർആനാണ്, അതിന്റെ വ്യാഖ്യാനങ്ങളാണ്, അതിന്റെ വിശദീകരണങ്ങളാണ്, അതിന്റെ ഉള്ളറകളാണ് ഒരു മുത്തഅല്ലിം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരാണ് മൂല്യമുള്ള ആൾ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതിൽ അടിസ്ഥാനപരമായ മൂല്യം അർഹിക്കുന്ന ആൾ ആരാണ്? അള്ളാഹുവിന്റെ കലാമിന്റെ വ്യാഖ്യാന തലങ്ങളെ മനസ്സിലാക്കുന്നവനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മഹാനായ ഈ പ്രദേശത്തിന്റെ എല്ലാം ഖാദി അവറുകളോട് ഈ നാട്ടുകാരനായ ഒരാൾ വന്ന് ഒരു മസ്അല ചോദിക്കുകയാണ്. ആ മസ്അല ചോദിക്കുന്നതിന്റെ താല്പര്യം എന്താണ്? ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ് എന്നാണ് ആ ചോദ്യത്തിന്റെ താല്പര്യം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു ആലിമിനോട്, ഒരു പണ്ഡിതനോട് ഒരു സാധാരണക്കാരൻ വന്ന് ഫത്വ ചോദിക്കുകയാണ്. ആ ചോദിക്കുന്നതിന്റെ താല്പര്യം ഈ പണ്ഡിതന്റെ ബുദ്ധിയിൽ നിന്ന് എന്തെങ്കിലും പറയാനല്ല, കേവലം ഒരാൾ എഴുതി വെച്ചത് എടുത്തു പറയാനല്ല. ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? അതാണ് ഒരു പണ്ഡിതൻ പറയുന്നത്. ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാനും അവളും തമ്മിലുള്ള വിവാഹബന്ധമുണ്ടോ ഇല്ലേ? തീരുമാനം പറയാനുള്ള ഖാദി പറയേണ്ട നിയമം എന്താണ്? രാജാതിരാജനായ അള്ളാഹുവിന്റെ നിയമം ഈ വിഷയത്തിൽ എന്താണ്? അള്ളാഹുവിന്റെ തീരുമാനം ഈ വിഷയത്തിൽ എന്താണ് എന്ന് പറയുന്നയാളാണ് മതപണ്ഡിതൻ. ഇവിടെയാണ് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ നിയമം പറയാൻ സ്ഥാനം കിട്ടിയവരാണ് ആലിമീങ്ങൾ. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാന്റെ നിയമം പറയാൻ
ഭാഗ്യം കിട്ടിയവരാണ് ആലിമീങ്ങൾ. അവരോളം സ്ഥാനം ലോകത്തൊരു പണ്ഡിതനും സാധാരണക്കാരനും ഭൗതികമായ വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ളവനും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അല്ല, ഒരിക്കലും സമന്മാരല്ല, ഒരിക്കലും തുല്യതയുള്ളവരല്ല എന്ന് പവിത്രമായ ഖുർആൻ വിളിച്ചു പറയുമ്പോൾ അതിന് കാരണം എന്താണ്? അള്ളാഹുവിന്റെ ദീൻ അറിയുന്നയാൾ, അള്ളാഹുവിന്റെ നിയമം അവന്റെ ഭൂമിയിൽ പറയുന്നയാളാണ്. ഞാനൊരു മുതഅല്ലിമാണ്. ഞാൻ താഴേക്കിറങ്ങുമ്പോൾ ഒരാൾ ഓടി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ നിസ്കരിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തു, എന്റെ നിസ്കാരം ശരിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേവലം മുഹമ്മദ് ഫാറൂഖിന്റെ അഭിപ്രായമല്ല അവർക്കറിയേണ്ടത്, ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ നിയമം എന്താണ്, ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ നിയമം എന്താണ്. അപ്പൊ അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ നിയമം പറയുന്നവരാണ് യഥാർത്ഥ അധികാരികൾ, അവരാണ് യഥാർത്ഥ ഭരണാധികാരികൾ, അവരാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പിനെ നിയന്ത്രിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഭൗതികമായ മേഖലയിൽ പഠിക്കുന്ന പഠനങ്ങൾ ആവശ്യമാണ്. എന്നാൽ അവരാരും ആലിമീങ്ങളോളം എത്തുകയില്ല, അവരാരും പണ്ഡിതന്മാരുടെ പദവിയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, 1000 കൊല്ലം പഴക്കമുള്ള ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ പേര് നമുക്ക് പറയാൻ കഴിയും. 100 കണക്കിന് മഹാന്മാരെ നിങ്ങൾക്കറിയാം. അത്രത്തോളം ഭരണാധികാരികളുടെ പേര് നിങ്ങൾക്കറിയില്ല, അത്രത്തോളം ഭൗതിക പണ്ഡിതന്മാരുടെ പേര് നിങ്ങൾക്കറിയില്ല, അത്രത്തോളം ശാസ്ത്രജ്ഞന്മാരുടെ പേര് നിങ്ങൾക്കറിയില്ല. ഉദാഹരണത്തിന് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇമാമുൽ അഅ്ളം, ഇമാമുൽ മുസ്ലിമീൻ അബൂ ഹനീഫത നുഅ്മാൻ ഇബ്നു സാബിത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പേരറിയാത്ത ആരും ഇവിടെയില്ല. ഹനഫി ഇമാമിനെ അറിയാത്ത ആരും ഇവിടെയില്ല. ഇമാമുൽ മുസ്ലിമീൻ അബൂ ഹനീഫ കായാത്തി സബൂരി അല സഹീഫ നഹാറു അബീ ഹനീഫത ലിൽഇഫാദ വലൈലു അബീ ഹനീഫത ലിൽഇബാദ. മഹാനായ അബൂ ഹനീഫ ഇമാം തങ്ങളെ അറിയാത്ത ഒരാളും ഈ സദസ്സിലില്ല. ഹനഫി ഇമാം എന്നെങ്കിലും നിങ്ങൾക്കറിയാം. എന്നാൽ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ കാലത്തെ ഭരണാധികാരിയുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ആ ഹനഫി ഇമാം തങ്ങളുടെ കാലത്തെ ഭരണാധികാരി ആരാണ്? ഇതിൽ 1% അറിയുമോ എന്നെനിക്ക് സംശയമാണ്. ഹനഫി ഇമാം തങ്ങളുടെ കാലത്തെ ഭരണാധികാരി ആരാണ്? സദസ്സിനോട് ഞാനൊന്ന് ചോദിച്ചാൽ എത്രയാളുകൾക്കാണ് പേര് പറയാനാവുക? കാരണം നമുക്കവരെ അറിയേണ്ടതില്ല, അറിഞ്ഞിട്ട് പ്രാധാന്യമില്ല, അവരെ കൊണ്ട് ജനങ്ങൾക്ക് കാര്യമില്ല, അവരെ അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അന്ന് കൊട്ടാരത്തിൽ ജീവിച്ചത് രാജാവാണ്, അന്ന് പള്ളിയിലായിരുന്നു അബൂ ഹനീഫ തങ്ങൾ, അന്ന് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നത് രാജാവിനാണ്. അബൂ ഹനീഫ തങ്ങൾക്കുണ്ടായിരുന്നില്ല, അധികാരമുണ്ടായിരുന്നത് രാജാവിന്റെ കയ്യിലാണ്. നാണയത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്നത് രാജാവിൻ്റെതാണ്, തെരുവിൽ കമാനങ്ങൾ ഉണ്ടായിരുന്നത് രാജാവിനാണ്. പക്ഷേ ആ രാജാവിനെ ജനങ്ങൾക്ക് വേണ്ട. 1300 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന അബൂ ഹനീഫ ഇമാം തങ്ങളെ മറക്കാൻ ലോകത്തിന് സാധ്യമല്ല. കാരണം ഇന്ന് അസ്ർ നിസ്കരിക്കുന്ന നേരത്ത്
കോടാനകോടി ജനങ്ങൾ അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞ സമയത്ത് നിസ്കരിച്ചവരാണ്. ഇന്നും അബൂ ഹനീഫ ഇമാം തങ്ങൾ പറഞ്ഞ സമയം പരിഗണിച്ചുകൊണ്ട് അസ്ർ നിസ്കരിച്ചവരാണ്. ആ അബൂ ഹനീഫ തങ്ങളുടെ വിലാസം മാറുന്നില്ല. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ഒരാളും ഇവിടെയില്ല. ഈ 4 മദ്ഹബിന്റെ ഇമാമുകളും വലിയ യോജിപ്പിലാണ്. മദീനയിൽ ഹനഫി മദ്ഹബിന്റെ ആളുകൾ ഉണ്ടായിരുന്നില്ല. 11-ാം നൂറ്റാണ്ടിൽ മദീനയിൽ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മദ്ഹബിനെ അംഗീകരിക്കുന്നവർ തീരെ ഇല്ലെന്ന് പറയാം. അന്നവിടെ മാലിക്കി മദ്ഹബും ശാഫിഈ മദ്ഹബുമേ ഉണ്ടായിരുന്നുള്ളൂ. ശാഫിഈ മദ്ഹബിലെ ഒരു പണ്ഡിതനാണ് ഹനഫി മദ്ഹബിനെ കൂടുതൽ സജീവമാക്കി. മദീനയിൽ ഹനഫികൾക്ക് വീണ്ടും അവിടെ അംഗസംഖ്യ കൂടാനുള്ള കാരണം ശാഫിഈ മദ്ഹബിലെ ഒരു പണ്ഡിതനായിരുന്നു എന്ന് ഇമാമുൽ ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതുകയാണ്. മദീനയിൽ ജീവിച്ച് ബഖീയിൽ കിടക്കുന്ന മഹാനവറുകൾ. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവര് ലോകത്തില്ല. എന്നാൽ ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഭരണാധികാരി ആരായിരുന്നു? അറിയുന്നവർ ഈ കൂട്ടത്തിൽ ആരാണുള്ളത്? അറിയേണ്ട ആവശ്യം പ്രത്യേകിച്ച് നമുക്കില്ല. ഇനി കുറെ കാലം കഴിയുമ്പോ എന്നെ പോലെ ഒരു മുതഅല്ലിം ചോദിക്കും, താജുൽ ഉലമാ തങ്ങളെ അറിയാത്തവരാരാണ് ഇവിടെയുള്ളത്? എല്ലാവർക്കും താജുൽ ഉലമയെ ഓർമ്മയുണ്ട്. എന്നാൽ താജുൽ ഉലമയുടെ കാലത്തെ കർണാടകയിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആളുകൾക്ക് അതൊന്നും അറിയുന്നതിൽ വലിയ പ്രസക്തിയില്ല. കാരണം ഭൗതിക ലോകത്തെ ഭരണാധികാരികൾ മരിക്കുന്നതോടെ അവരെ മറക്കുകയാണ്. ആലിമീങ്ങൾ അങ്ങനെയല്ല. അവരെ മരിക്കുന്നതോടെ ലോകത്തോട് വിട പറയുന്നതോടെ അവരുടെ പ്രാധാന്യം കൂടുകയാണ്, അവരുടെ കറാമത്ത് വർദ്ധിക്കുകയാണ്. അതിന്റെ തെളിവാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടാനുള്ള കാരണമെന്ത്? അതാ ഈ പള്ളിമുറ്റത്ത് വിശ്രമിക്കുന്ന സയ്യിദ് മദനി തങ്ങളല്ലയോ? ഇതുതന്നെ വലിയ സാക്ഷ്യമാണ്. ഇത് ഇവിടെ മാത്രമുള്ളതല്ല. അജ്മീറിലേക്ക് പോയാലും, ഏർവാടിയിലേക്ക് പോയാലും, മുത്തുപ്പേട്ടയിലേക്ക് പോയാലും, മമ്പുറത്തേക്ക് പോയാലും, അങ്ങനെ ലോകം മുഴുവനും സഞ്ചരിച്ചു നോക്കിയാൽ വിലാസമുള്ളത് ആത്മീയമായ അറിവുള്ളവരുടെ കയ്യിലാണ്. അല്ലാഹുവിനെ അറിഞ്ഞവർക്കാണ് അംഗീകാരമുള്ളത്. അല്ലാതെ നമ്മൾ വിചാരിക്കും എന്റെ മകന് വലിയ പേര് വേണം, എന്റെ മകന് വലിയ പ്രശസ്തി വേണം, എന്റെ മകന് വലിയ അംഗീകാരം വേണം, അതിനവൻ മുതഅല്ലിമായാൽ പോരാ, അവൻ IAS-കാരനാകണം, അവൻ എഞ്ചിനീയർ ആകണം, അവൻ ഡോക്ടറാകണം, എന്നാലേ അവന് പേരുള്ളൂ, എന്നാലേ അവന് പ്രസക്തിയുള്ളൂ, എന്നാലേ അവന് പണമുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. ഇല്ല ഇല്ല. മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഈ ദുനിയാവിനെ വേണ്ടാന്ന് പറഞ്ഞപ്പോ അവരുടെ പിന്നിലൂടെ ദുനിയാവ് വരികയാണ്, അവരുടെ പിന്നിലൂടെ ദുനിയാവ് വരികയാണ്. കണ്ടില്ലേ, ഏറ്റവും ജനസാന്നിധ്യമുള്ള മനോഹരമായ കമാനങ്ങളുള്ള കെട്ടിടത്തിലല്ലേ മഹാനായ വലിയവர்களுടെ അതേ സമയത്ത് കൊട്ടാരത്തിൽ കിടന്ന രാജാവ്, ഛത്രാധിപതികളായ മുതലാളികൾ ഏതോ ഖബർസ്ഥാനിന്റെ മൂലയിൽ മണ്ണടിഞ്ഞ് മീസാൻ മറിഞ്ഞ് പേരു മറിഞ്ഞ് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ പോയിരിക്കുന്നു. അതാണ് ഭൗതികമായ അംഗീകാരത്തിന്റെയും വിലാസത്തിന്റെയും അടിസ്ഥാനം. നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതികൾ, നമ്മുടെ മക്കളെ വിദ്യ അഭ്യസിപ്പിക്കാൻ ഇറങ്ങുമ്പോ ഒരു ചിന്തയാണ് രക്ഷിതാക്കളുടെ പക്കൽ വേണ്ടത്.
എന്റെ മകൻ ഇത് പഠിച്ച് എവിടെയാണ് എത്തേണ്ടത്? എന്റെ മകൻ ഇത് പഠിച്ച് എവിടെയാണ് എത്തേണ്ടത്? നമ്മൾ ഭൗതികമായ വലിയ സ്വപ്നങ്ങൾ കാണുകയാ. എന്റെ മകൻ MBBS ആണെന്ന് പറയാനുള്ള ഗമ, എന്റെ മകൻ എഞ്ചിനീയർ ആണെന്ന് പറയാനുള്ള ജാട, എന്റെ മകൻ IAS-കാരനാണെന്ന് പറയാനുള്ള അഭിമാനം. ഇതിനു വേണ്ടി മാത്രമാണ് ഇന്ന് ജനങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നിൽ പോകുന്നത്. എന്നാൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ അത്തരം വിദ്യാഭ്യാസത്തിന് എതിരല്ല. കാരണം ഇവിടെ സമൂഹം നിലനിൽക്കണമെങ്കിൽ എല്ലാ അറിവുമുള്ളവർ വേണം. പള്ളി പണിയണമെങ്കിൽ എഞ്ചിനീയർ വേണം. പനി മാറ്റാൻ നമുക്ക് മരുന്ന് നിർദ്ദേശിക്കണമെങ്കിൽ ഡോക്ടർ വേണം. എല്ലാ മേഖലയിലുമുള്ള ആളുകൾ വേണം. പക്ഷേ ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ആത്മീയ വിദ്യാഭ്യാസമില്ലാതെ ഭൗതിക വിദ്യാഭ്യാസം നേടിയാൽ ബ്രേക്കില്ലാത്ത വാഹനം പോലെയാണ്. മഹാനായ തഴവ ഉസ്താദ് എഴുതുകയാണ്, ബ്രേക്കില്ലാത്ത വാഹനം പോലെയാണ് ആത്മീയതയില്ലാത്ത ഭൗതിക വിദ്യാഭ്യാസം. അതുകൊണ്ട് നിന്റെ മകനോ നിന്റെ മകളോ നീ തന്നെയോ ഏത് വലിയ വിദ്യാഭ്യാസം നേടിയാലും അല്ലാഹുവിന്റെ മതത്തെ നീ മറക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ അവര് കേവലം ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങളെ മാത്രം അറിഞ്ഞിരുന്നവരല്ല. അവരുടെ കാലഘട്ടങ്ങളിലെ മുഴുവൻ വിജ്ഞാനങ്ങളെയും ഞൊടിയിട കൊണ്ട് കൈകാര്യം ചെയ്തവരാണ് അഇമ്മത്തുൽ മദാഹിബിൽ അർബഅ. 4 മദ്ഹബിന്റെ ഇമാമുകളുടെയും പക്കലുള്ള വിവരം ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രാഥമികമായ വ്യാഖ്യാനങ്ങൾ മാത്രമല്ല. ഇമാമുന ശാഫിഈ തങ്ങളോട് ഇന്ന് ചന്ദ്രൻ ഏതു രാശിയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരാനുള്ള ഗോളജ്ഞാനമുള്ള പണ്ഡിതനായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മാസപ്പിറവിയുടെ മസ്അലകൾ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തിയത്. ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഘടന, ഒരാണിന്റെ ശരീരത്തിന്റെ ഘടന, ഇതെല്ലാം ബയോളജിക്കലായി അറിയാമായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ടാണ് മഹാനവറുകൾ അവിടുന്ന് മെൻസസിന്റെ പീരീഡ് മസ്അലകൾ എഴുതി വെച്ചപ്പോൾ അടിമകളായ 100 കണക്കിന് സ്ത്രീകളുടെ മെൻസസ് പീരീഡുകളെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് ഹൈളിന്റെ മസ്അല ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എഴുതുന്നത്. അപ്പോൾ അവർക്ക് ബയോളജിയും അറിയാം, ഭൂമിശാസ്ത്രമറിയാം, ജീവശാസ്ത്രമറിയാം, ഗോളശാസ്ത്രമറിയാം, ജന്തുശാസ്ത്രമറിയാം. ജന്തുശാസ്ത്രവും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ജീവിയെ ഓപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾ ഏതു ജീവിയെയാണ് ആദ്യം പരിശോധിക്കേണ്ടത് എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ ഇല്ലേ? പല്ലിയെ കീറിപ്പടിക്കേണ്ട മസലയ്ക്ക് വേണ്ടി നീ പാമ്പിനെ കീറാൻ പാടില്ല എന്ന നിയമം പറയാനുള്ള അവഗാഹം പണ്ഡിതന്മാർക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? അവരുടെ ബയോളജിക്കൽ വീക്ഷണത്തിൽ നിന്നാണ്, അവരുടെ ബോട്ടണിക്കൽ വീക്ഷണത്തിൽ നിന്നാണ് സസ്യലതാദികളെ കുറിച്ച് അവര് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ആഗോളജ്ഞാനം മുഴുവനും കൃത്യമായി അടയാളപ്പെടുത്തിയതിന്റെ മേലെ അല്ലാഹുവിനെ അറിഞ്ഞപ്പോഴാണ് കാലഘട്ടങ്ങളെ അതിജയിക്കാനുള്ള വിവരം മഹാന്മാരായ ആലിമീങ്ങൾക്ക് കിട്ടി. ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ എന്നെ ഒരു സഹോദരി വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഉസ്താദേ, ഞാൻ ആർട്ടിഫിഷ്യൽ പ്രഗ്നൻസി സ്വീകരിക്കാൻ പറ്റുമോ? അഥവാ കൃത്രിമ ഗർഭധാരണം സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിവാഹം കഴിഞ്ഞോ, കൊല്ലങ്ങളായി മക്കളില്ല,
കൃത്രിമ ഗർഭധാരണത്തിലൂടെ മക്കൾ വേണം, അതിനുള്ള മാർഗം സ്വീകരിക്കാമോ? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മാർഗമാണ് സ്വീകരിച്ചത്? ഇവിടെ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. IVF ചികിത്സയുണ്ട്, വന്ധ്യതാ നിവാരണത്തിന് നിരവധി ചികിത്സകളുണ്ട്, അതിൽ ഒരുപാട് വെട്ടിപ്പുകളുണ്ട്, കൊള്ള നടത്തുന്ന ഡോക്ടർമാരുണ്ട്. എന്നാൽ അതിനെയെല്ലാം വെല്ലുന്ന ആത്മീയതയുടെ പര്യായങ്ങളായ സാദാത്തുക്കൾ ഈ വേദിയിലുണ്ട്. അൽഹംദുലില്ലാഹ്, മഹാനായ താജുൽ ഉലമാ തങ്ങളുടെ ഒരു നേരത്തെ ഒരു ബിസ്മിയുടെ ബറക്കത്ത് കൊണ്ട് അവിടുത്തെ പൊന്നോമന പുത്രനൊന്ന് വെള്ളം മന്ത്രിച്ചതിന്റെ പേരിൽ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവറുകളുടെ സഹീഹുൽ ബുഖാരിയുടെ മജ്ലിസിൽ നിന്ന് വെള്ളം മന്ത്രിച്ചതിന്റെ പേരിൽ, പേരോട് ഉസ്താദ് അവറുകൾ ദുആ ചെയ്തതിന്റെ പേരിൽ എത്രയോ ആളുകൾക്ക് അല്ലാഹു സന്താനങ്ങളെ നൽകിയിട്ടുണ്ട്. അത് ആത്മീയമായി അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. അതൊരു ഭാഗത്തിരിക്കട്ടെ. നമ്മൾ ആ മേഖലകൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ടാണ്. ഏതായാലും ആ സഹോദരിയുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ചികിത്സാ രീതി ഏതാണ്? അവരെന്നോട് പറഞ്ഞു, ഉസ്താദേ, മറ്റൊന്നുമല്ല, എന്റെ ഭർത്താവിൻ്റെതല്ലാത്ത ബീജം കൃത്രിമമായി എന്റെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. അങ്ങനെ എനിക്കൊരു കുഞ്ഞിനെ സ്വീകരിക്കാമോ? ഞാൻ പറഞ്ഞു, പറ്റൂല. അത് പറയാൻ ഞാൻ ആരാണ്? അത് പറയാൻ ഞാനൊരു വൈദ്യനല്ല, അത് പറയാൻ ഞാനൊരു വലിയ പണ്ഡിതല്ല. ഒരു മുതഅല്ലിമായ എനിക്കത് പറയാനുള്ള വിവരം തന്നതാരാണ്? അല്ലാമാ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആണ്. അവിടുത്തെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയാണ്, ഒരാളെ, ഒരു കുട്ടിയെ വാപ്പയിലേക്കും ഉമ്മയിലേക്കും ചേർക്കണമെങ്കിൽ എന്തൊക്കെ നിബന്ധനകളാണ് വേണ്ടത്? ഒരു കുഞ്ഞിനെ ഉമ്മയിലേക്ക് ചേർത്ത് പറയണമെങ്കിൽ എന്തൊക്കെ നിബന്ധനകളാണ് വേണ്ടത്? ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ ഏതു രീതിയിൽ ബീജമെത്തിയാലാണ് അത് മാന്യമായ മാനുഷിക സംസർഗമായി പരിഗണിക്കപ്പെടുക? ഇതെല്ലാം എഴുതി വെച്ചതാരാണ്? അല്ലാഹുവിന്റെ ദീനിന്റെ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടറാനില്ല, പതറാനില്ല. പൊടുന്നനെ ഞങ്ങൾക്കറിയില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാരായ ആലിമീങ്ങൾ അത് വളരെ ഗഹനമായി പഠിച്ചവരാണ്. അവരോട് ചോദിച്ചു പറയാവുന്നതേ ഉള്ളൂ. ഇതാണ് ഇസ്ലാമിന്റെ പഠനത്തിന്റെ വ്യാപകമായ ലോകം. ഇത് പറയണമെങ്കിൽ ഇസ്ലാമിന് ഭൗതികമായ സ്റ്റഡി വേണം. അത് ഇസ്ലാമിനുണ്ട്. ഇസ്ലാമിന് ഭൗതികമായ സ്റ്റഡി ഉണ്ട്. അല്ലാതെ ഈ ലോകത്തോട് സംവദിക്കാൻ സാധ്യമല്ല. അല്ലാതെ ഈ ലോകത്തോട് സംവദിക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ വെച്ച് ചോദിച്ചതുപോലെ, ഈ കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി കേരളത്തിലെ കോഴിക്കോടും കണ്ണൂരുമുള്ള ആളുകൾക്ക് ആകാശത്തൊരത്ഭുതം കാണാമായിരുന്നു. കാഞ്ഞങ്ങാടുകാർക്കും ചിലപ്പോൾ നോക്കിയാൽ കാണാമായിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഒഡീഷയിലേക്ക് നീങ്ങി. നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ, മീഡിയകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും. എന്താണത്? ആകാശത്ത് സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും പ്രകാശമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇപ്പോഴും അത് ആകാശത്തുണ്ട്. എന്താണ് ആ സാധനം? 6 ശാസ്ത്രജ്ഞന്മാര് താമസിച്ച് ഗവേഷണം നടത്തുന്ന ഉപരിലോക ഗവേഷണ കേന്ദ്രമാണത്. 6 ശാസ്ത്രജ്ഞന്മാർ താമസിച്ച് ഗവേഷണം നടത്തുന്ന ഉപരിലോക ഗവേഷണ കേന്ദ്രം അതാണത്. അവിടെ താമസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ചിലത് അറിയേണ്ടതുണ്ട്. എന്താണ് അറിയേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മുടെ പണ്ഡിതന്മാരുടെ ഭൗതികമായ അറിവിന്റെ വ്യാപ്തിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ഭൗതികമായ അറിവ് വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക നിയമങ്ങളെ നിങ്ങളോട് സംവദിക്കുന്നത്. എന്താണ് അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് അറിയേണ്ടത്?
ആ 6 ശാസ്ത്രജ്ഞന്മാരിൽ ഒരാൾ മുസ്ലിമാണെന്ന് വെക്കുക. അയാൾ എങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിക്കണം? കഅബാലയം ഭൂമിയിലാണ്. അപ്പൊ അയാൾ ഭൂമിയിലേക്ക് കമിഴ്ന്ന് നിസ്കരിക്കണോ? അതല്ല, കഅബാലയത്തിന് സമാനമായ ആകാശത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കണോ? അയാൾക്ക് ചോദിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ ഭൂമിയിലെ കാലാവസ്ഥക്കനുസരിച്ചുകൊണ്ടാണ് സാധാരണ മലമൂത്ര വിസർജനങ്ങൾ നടക്കുക. അത് ശൂന്യാകാശത്ത് പോയാൽ ഉണ്ടാവില്ല, ഔട്ടർ സ്പേസിൽ ഉണ്ടാവില്ല. നമ്മുടെ ഭൂമിയിലെ സാധാരണഗതിയിൽ നമ്മൾ യൂറിനേറ്റ് ചെയ്യുകയാണ്. ബഹിരാകാശ ഗവേഷകന്മാർക്ക് മൂത്രമൊഴിക്കണമെങ്കിലോ യന്ത്രം വേണം. കാരണം അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇതുപോലെയല്ല, അവരുടെ കാലാവസ്ഥ ഇതുപോലെയല്ല. ഭൗമാകാശ സാധനങ്ങളാണ്. മേലോട്ടെറിഞ്ഞാൽ താഴോട്ട് വീഴുക. ഭൗമാകാശം കഴിഞ്ഞ് ശൂന്യാകാശത്തേക്ക് പോയാൽ വസ്തുക്കൾ താഴോട്ട് വീഴില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉപഗ്രഹങ്ങൾ അവിടെ കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഇരിക്കുന്ന ഉസ്താദിന്റെ ഫോൺ നമ്പർ ഫോണിലേക്ക് ഡയൽ ചെയ്യുമ്പോ ഇത് എവിടെ പോയിട്ടാണ് വരുന്നത്? നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിക്കാരൻ വാടകയ്ക്കെടുത്ത ഏതോ ഒരു സാറ്റലൈറ്റിലെ സ്പേസിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവല്ല, അങ്ങ് സാറ്റലൈറ്റ് പോയിട്ടാ വരുന്നത്. ഈ സംവിധാനങ്ങളെല്ലാം ഉള്ള ലോകത്ത്, ആധുനിക ലോകത്തെ സയന്റിസ്റ്റുകൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇന്ന് നമുക്കത് ഗവേഷണം നടത്താൻ അറിയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ അതിന് നിയമങ്ങൾ എഴുതി വെച്ചുപോയി. അത് നോക്കിയെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെയുള്ള ഒരു പണ്ഡിതൻ ഒരു ഗ്രന്ഥം എഴുതിയില്ലേ, വർഷിപ്പ് ഇൻ ഔട്ടർ സ്പേസ് ആൻഡ് പോളാർ റീജിയൻ. ആരാധന ബഹിരാകാശത്തും ധ്രുവങ്ങളിലും എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന മസല എഴുതാൻ കേരളത്തിലെ ഒരു സുന്നി പണ്ഡിതന് കരുത്ത് നൽകിയതാരാണ്? ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആലിമീങ്ങളുടെ ഗ്രന്ഥങ്ങളാണ്, അവരടയാളപ്പെടുത്തിയ സൂചനകളാണ്, അവരെഴുതി വെച്ച ഗവേഷണങ്ങളുടെ ഫലങ്ങളാണ്. അപ്പൊ ഇസ്ലാം എല്ലാ വിജ്ഞാനത്തെയും അറിയുന്നുണ്ട്. പക്ഷേ ബ്രേക്ക് വിട്ട ഭൗതിക വിജ്ഞാനം വേണ്ട. അതിലാദ്യമായി ഒരു ഭൗതിക വിദ്യാർത്ഥിക്ക് വേണ്ട ബോധം എന്താണ്? നീ പഠിക്കുകയും നേടുകയും ചെയ്യുന്ന ഈ ഭൗതിക ലോകം താൽക്കാലികമാണ്. ഇതിനപ്പുറം ഒരു റിയൽ വേൾഡ് ഉണ്ട് മോനെ. ഇതിനപ്പുറം ഒരു ശരിയായ ലോകമുണ്ട് മോനെ. അതാണ് ലോകത്തിന്റെ മുഴുവനും നേതാവ് മദീനായുടെ മലർവനിയിലിരുന്ന് ലോകമാകമാനമുള്ള മാനവികതയുടെ അകത്തളങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മവസന്തങ്ങളെ അടയാളപ്പെടുത്തിയ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ വിലാസമായ മദീനയുടെ നായകൻ, ലോകത്തിന്റെ മുഴുവനും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ, ഇത് സയ്യിദ് മദനി തങ്ങളുടെ മുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത്. പുണ്യപ്രവാചകരുടെ പ്രകീർത്തനങ്ങളാണ് ഇവിടെ പറയുന്നത്. അവിടുന്ന് പകർന്നു തന്ന അറിവിന്റെ അക്ഷരങ്ങളാണ് നിങ്ങളോട് പകരുന്നത്. ഇവിടുന്നുയരുന്ന സ്വലാത്തിന്റെ മന്ത്രണങ്ങളാണ് ഈ ഉറൂസിന്റെ സമ്മാനമായി മദീനയിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കണ്ടങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് സമ്മാനമുയരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം. ഈ സ്വലാത്തിന്റെ ശബ്ദങ്ങളാണ് മദീനയുടെ ഉമ്മരത്തെ മർമ്മരമുയർത്തിയിട്ട് പുണ്യനബിതങ്ങളുടെ സ്നേഹവസന്തങ്ങളുടെ പ്രതിധ്വാനങ്ങൾ ഇവിടേക്ക് മടങ്ങി വരേണ്ടത്. അപ്പോഴാണ് നമുക്ക് പുണ്യ റസൂൽ, വിശ്വ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് കൂടി മദീനയിലേക്ക് വരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം.
എന്റെ പ്രിയമുള്ളവരോട് വിനയത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, വളരെ സാഹോദര്യ ബുദ്ധിയാ പറയുകയാണ്. നമ്മൾ ഇന്ന് ഭൗതികതയുടെ ഭ്രാന്തന്മാരായി മാറിയിരിക്കുന്നു. അതിൽ നിന്ന് മാറണേ മോനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പനയുടെ മട്ടൽ കെട്ടിയുണ്ടാക്കിയ കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഏറെ ദിവസങ്ങളായപ്പോൾ അവിടുത്തെ ശരീരത്തെ ഒരു ചുവന്ന വരയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ പുണ്യപ്രവാചകരെ, അവിടത്തേക്ക് നല്ല ഒരു കിടക്ക എടുത്തുകൂടെ? അവിടത്തേക്ക് നല്ല ഒരു വിരിപ്പ് വാങ്ങിക്കൂടെ? അവിടത്തേക്ക് നല്ലതുപോലെ സോഫ്റ്റായി കിടക്കാൻ ഒരു സംവിധാനം ചെയ്തുകൂടെ? പുണ്യനബി തങ്ങളൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പോഴാണ് ചോദ്യം, അല്ല, കിസ്റായുടെ രാജാവ് കണ്ടില്ലേ കൊട്ടാരത്തിലാണ്, കൈസർ ചക്രവർത്തി കണ്ടില്ലേ അരമനയിലാണ്, റോമിന്റെ ഭരണാധികാരി കണ്ടില്ലേ സപ്രപഞ്ചത്തിലാണ്. അതുപോലെ ലോകത്തിന്റെ തമ്പുരാക്കന്മാര് വലിയ വലിയ കൊട്ടാരങ്ങളിൽ വിരാജിക്കുമ്പോ അവിടുന്ന് ഒന്ന് പുണ്യനബി തങ്ങളെ ഒരു നല്ല വിരിപ്പെടുത്തൂടെ നബിയേ? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇല്ല ഇല്ല ഉമറേ, റോമിന്റെ ഭരണാധികാരിക്ക് സ്വർഗമുണ്ടോ? അതാ കൈസർ ചക്രവർത്തിക്ക് സ്വർഗമുണ്ടോ? ഞാൻ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അനഫിദ് ദുനിയാ കറജുലിൻ ഇസ്തളല്ല തഹത ശജറത്തിൻ വതറകഹാ. അല്ലയോ പ്രിയമുള്ള ഉമറേ, അനഫിദ് ദുനിയാ കറജുലിൻ ഇസ്തളല്ല തഹത ശജറത്തിൻ വതറകഹാ. ഒരു മരച്ചുവട്ടിൽ തണൽ കൊള്ളുന്ന യാത്രക്കാരനെ പോലെയാണ് ഞാൻ. ക്ഷീണം മാറിയാൽ യാത്ര തുടരുകയാണ്. ഈ ദുനിയാവ് നൈമിഷികമാണ്. ഇവിടെ കൊട്ടാരമുയർത്താനുള്ളതല്ല, ഇത് താൽക്കാലികമാണ്. ഇത് മരിച്ചു പിരിയേണ്ട വീടാണ്. ഇത് വിട പറയേണ്ട നാടാണ്. ഇത് യാത്ര പറഞ്ഞു പോകേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ട, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ചിലപ്പോ വിചാരിക്കും നബി തങ്ങളുടെ കയ്യിൽ നക്കാപ്പിച്ച ഇല്ലാത്തോണ്ടല്ലേ. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. വറാവദതുൽ ജിബാലു ശുമ്മ മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമമി فأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصم. മഅസൂമായ നബിതങ്ങൾക്ക് ദുനിയാവിന്റെ ഒരു പൊന്നും വേണ്ട, ദുനിയാവിന്റെ ഒരു പണവും വേണ്ട, ഉഹദ് മല പൊന്നായി വന്നാലും വേണ്ട. പക്ഷേ നമുക്കിന്ന് വലിയൊരു ദുരന്തമുണ്ട്. അതെന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാനും വായിക്കാനും നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരെ അറിയാനും പഠിക്കാനും നേരമില്ല. ഇമാമുകളുടെ ജീവിതം വായിക്കാനും പഠിക്കാനും നേരമില്ല. നമ്മൾ ഇന്ന് ഏതോ മായാ ലോകത്ത് ജീവിക്കുകയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അധികാരമില്ലാഞ്ഞിട്ടാണ്. അല്ല അല്ല, ഹബീബായ നബി തങ്ങളെ മക്കാ വിജയത്തിന്റെ അന്ന് കടന്നു വരികയാണ്. മക്കാ വിജയത്തിന്റെ അന്ന് വരുമ്പോ നബി തങ്ങളുടെ പട്ടാളമുണ്ട്.
എല്ലാവരെയും വെല്ലാവുന്ന പട്ടാളമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 22 കൊല്ലം എതിർത്ത് നിന്നിരുന്ന അബൂ സുഫിയാൻ പോലും പരിഭ്രമിച്ചു നിൽക്കുന്ന ദിവസമാണ്. അബൂജഹലിന്റെ മക്കൾ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. അബൂലഹബിന്റെ മക്കൾ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. അതുപോലെ സുഫിയാൻ അതാ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ഒരുപാട് കിങ്കരന്മാര് ധിക്കാരികളായി ഇന്നലകളിൽ ഇസ്ലാമിനെതിരെ വാളെടുത്തവർ മുഴുവനും ആയുധം താഴെ വെച്ച് നിൽക്കുകയാ. മക്കാ വിജയത്തിന്റെ അന്നാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ഹജൂൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഹജൂൻ അല്ലെങ്കിൽ ഹജൂൻ, ഖദീജ റളിയല്ലാഹു അൻഹ വിശ്രമിക്കുന്ന ജന്നത്തുൽ മുഅല്ലയുടെ ഭാഗം, അതാണ് ഹജൂൻ. അവിടെയാണ് മക്കാ വിജയത്തിന്റെ പതാക നാട്ടിയത്. ആ പതാക നാട്ടിയ സ്ഥലത്താണ് മസ്ജിദുർ റായ എന്ന പള്ളിയുള്ളത്. വിശദീകരിക്കണില്ല. അവിടെ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം കെട്ടിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരിക. അപ്പൊ ചോദിച്ചു, ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയി ചോദിച്ചു, അല്ലയോ ഉമ്മുഹാനി എന്നവരെ, കഴിക്കാൻ വല്ലതുണ്ടോ? വിശക്കുന്നുണ്ട്, വല്ലാത്ത വിശപ്പുണ്ട്, കഴിക്കാൻ വല്ലതും തരാനുണ്ടോ? ഉമ്മുഹാനി എന്നവർ പറഞ്ഞു, ഒന്നുമില്ല, റൊട്ടിയുടെ ചില കഷ്ണങ്ങൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്, അത് തങ്ങളുടെ മുമ്പിൽ വെക്കാൻ എൻ്റെ നാണം എന്നെ അനുവദിക്കുന്നില്ല, അത് തരാൻ കഴിയൂലല്ലോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്, ആ റൊട്ടിയുടെ കഷ്ണങ്ങൾ കൊണ്ടുവരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ചിതറിക്കിടന്ന റൊട്ടി കഷ്ണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് നനയ്ക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല ഓ എൻ്റെ പ്രിയമുള്ള ഉമ്മാനി എന്നവരെ, ഇവിടെ വല്ല കറിയുമുണ്ടോ? ഇല്ല, ഒരു കറിയുമില്ലല്ലോ നബിയേ, അവിടുത്തേക്ക് തരാൻ ഒരു കൂട്ടാനുമില്ല. അപ്പോഴാണ് ഹബീബായ നബി തങ്ങളുടെ ചോദ്യം, ഇവിടെ സുർക്കയുണ്ടോ, സിർക്കയുണ്ടോ, ഖല്ല് ഉണ്ടോ? സുർക്കയുള്ള വീട്ടിൽ കറിക്ക് ദാരിദ്ര്യമില്ല, അതുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുകയാണ്. ആ ഉണക്കറൊട്ടിയുടെ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് നനച്ച് അതെങ്ങനെയോ ഒന്ന് കഴിച്ചിട്ടാണ് ഹബീബായ നബി തങ്ങൾ ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ മേലെ കയറിയിട്ട് കഅബാലയത്തെ തവാഫ് ചെയ്യാൻ പോയത് കേട്ടോ. ആ നേതാവിന്റെ അനുയായികളായ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതം എവിടെ? ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ സങ്കല്പങ്ങൾ എവിടെ? ഇമാം തുർമുദി എഴുതിയില്ലേ? ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിച്ചില്ലേ? അതുപോലെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സീറയിലില്ലേ? ആട് മാംസം നന്നായി പാചകം ചെയ്ത് നല്ല സോഫ്റ്റായ റൊട്ടിയും കൊണ്ടുവന്ന് ബസറയിൽ താമസിക്കുന്ന കാലത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വെച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ചോദിച്ചു, അല്ല അനസേ, എന്തിനാണ് കരയുന്നത്? 13 കൊല്ലം നബിതങ്ങൾക്ക് സേവനം ചെയ്ത സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് തങ്ങളോട് ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത് അനസേ?
ഉടനെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വേറൊന്നുമല്ല, ഞാൻ ഹബീബായ നബി തങ്ങളുടെ കൂടെ ജീവിച്ചയാളല്ലേ. ഇതുപോലെ മൃദുലമായ ഒരു റൊട്ടിയും ഇതുപോലെ പാകം ചെയ്തൊരു മാംസവും എൻ്റെ ഹബീബിന് കിട്ടിയിട്ടില്ല. കട്ടിയുള്ള റൊട്ടിയും ആ മാർദ്ദവമായ മാംസത്തിന് പകരം അതാ കട്ടിയുള്ള മാംസവുമല്ലാതെ ഇത്ര നല്ലൊരു പാചകം ചെയ്ത സാധനം എൻ്റെ ഹബീബിന് ലഭിച്ചിട്ടില്ല. എനിക്കെങ്ങനെ സഹിക്കാനാണ്? ഇതല്ലേ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. ഇന്നീ മുസ്ലിം ലോകം എവിടെയാണ് ജീവിക്കുന്നത്? ഇസ്ലാമിനെ അറിയേണ്ടതില്ല, ഭൗതികതയെ അറിഞ്ഞാൽ മതി. അള്ളാഹുവിനെ അറിയേണ്ടതില്ല, അമേരിക്കയെ അറിഞ്ഞാൽ മതി. ഈമാൻ കാര്യം അറിയേണ്ടതില്ല, ഇംഗ്ലണ്ടിനെ അറിഞ്ഞാൽ മതി. അസ്ഹാബുൽ ബദറിനെ അറിയേണ്ടതില്ല, കളിക്കാരുടെ പേരറിഞ്ഞാൽ മതി. സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച മഹാന്മാരെ അറിയേണ്ടതില്ല, സിനിമാ നടന്മാരെ അറിഞ്ഞാൽ മതി. ഈ നിലയ്ക്ക് ഈ സമുദായത്തിന്റെ രക്ഷിതാക്കളെ അവരുടെ മക്കളെ വഴിതിരിച്ചു വിട്ടില്ലേ? എന്നാൽ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കലാലയങ്ങളിൽ നിന്ന് തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. അതാ വ്യഭിചാരത്തിന്റെ കേന്ദ്രങ്ങളായി കലാലയങ്ങൾ മാറിയില്ലേ? മംഗലാപുരത്തിന്റെ പെരുമാറിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് വേണ്ടി വരുന്ന യുവതീ യുവാക്കളുടെ ധാർമ്മിക ജീവിതം എന്താണ്? ഹോസ്റ്റലുകളിൽ ജീവിക്കുന്ന പെൺകൊടികൾ കള്ളിന്റെയും കഞ്ചാവിന്റെയും വ്യഭിചാരത്തിന്റെയും അടിമകളായി ജീവിതം മുഴുവനും തൊലച്ചു കളഞ്ഞില്ലേ? ഒരു വീണ്ടു വിചാരം ഇവിടെ ആവശ്യമല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഈ സമുദായത്തിലെ ഒരു പെണ്ണ് വ്യഭിചാരത്തിൽ വീണുപോയി എന്ന് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അതിന് മുമ്പ് അവള് മരിച്ചുപോയെന്ന് കേൾക്കലാണ്. നിങ്ങളുടെ ഒരു മകൻ ഒരു പെണ്ണിനെയും അടിച്ച് നാട് വിട്ടു എന്ന് കേൾക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുമ്പവൻ മരിച്ചുപോയി എന്ന് കേൾക്കലാണ്. എന്തേ മുസ്ലിയാരെ ഇങ്ങനെ പറയുന്നത്? അൽ ഹറാമു വൽ മമാതു ദൂനഹു. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര വാപ്പ മക്കയിൽ ജീവിക്കുകയാണ്. അവിടുത്തെ മുഖത്തിന്റെ സൗന്ദര്യം പറയണോ വേണ്ട? വലിയ അത്യുജ്വലമായ സൗന്ദര്യമല്ലേ? ഇബ്നു ഹിശാം തങ്ങൾ എഴുതിയില്ലേ? സുബുലുൽ ഹുദയിൽ യൂസുഫ് സാലിഹി അശ്ശാമി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചില്ലേ? ഇംഗ്ലീഷുകാരായ ചരിത്രകാരന്മാര് സിൻഡാക്റ്റിക് ഹിസ്റ്ററി ഓഫ് റിലിജിയൻ എന്ന പുസ്തകത്തിൽ പി തോമസ് എഴുതിയില്ലേ? അതുപോലെ ഭൗതികന്മാരും പണ്ഡിതന്മാരുമായ ഏറെ ആളുകൾ എഴുതിയില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അതീവ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. ആ ഉപ്പ മക്കയിലൂടെ നടക്കുമ്പോ ആ ഉപ്പാന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഒരു പെണ്ണ് പറയുകയാണ്, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എത്ര ഒട്ടകമാണോ കഅബയിൽ ബലി നൽകിയത് അത്രയും ഒട്ടകം തരാം, എന്റെ കൂടൊന്ന് വീട്ടിലേക്ക് വരാമോ? മക്കയിലെ ഒരു സുന്ദരി വിളിക്കുക, 70 700 ഒട്ടകം നിങ്ങൾക്ക് തരാം, എന്റെ കൂടെ ഒരു 5 മിനിറ്റ് എന്റെ വീട്ടിൽ വന്ന് എനിക്കൊരു സന്തോഷം തരാൻ. അബ്ദുല്ലാഹി എന്നവരെ വിളിച്ചു. സുന്ദരനായ ചെറുപ്പക്കാരൻ. അബ്ദുല്ലാഹി എന്നവർ പറഞ്ഞു, ഇല്ല,
ഞാൻ എൻ്റെ വാപ്പാന്റെ കൂടെ പോവാ. അൽ ഹറാമു വൽ മമാതു ദൂനഹു എന്ന് മഹാനവറുകളെന്ന് ചൊല്ലിയിട്ടുണ്ട്. ഞാൻ ഈ ഹറാമിലേക്ക് വീഴുന്നതിനേക്കാൾ നല്ലത് മരിക്കലാണ്. 6-ാം നൂറ്റാണ്ടിൽ വ്യഭിചാരം സദാചാരമായിരുന്ന കാലം, മദ്യപാനത്തിന് പ്രശ്നമില്ലാത്ത കാലം. ഈ ഒരു കാലഘട്ടത്തിലല്ലേ പ്രിയമുള്ളവരെ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ സദാചാരത്തിന്റെ പ്രതീകമായി ജീവിക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ സമുദായത്തിന്റെ മക്കള് മെഡിക്കൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, മംഗലാപുരത്താകട്ടെ, ബംഗളൂരുവിലാകട്ടെ, ചെന്നൈയിലാകട്ടെ, കേരളത്തിലാകട്ടെ, ഒരുപാട് കലാലയങ്ങളുടെ മുറ്റത്ത് പോയി ഇന്ന് കള്ളിന്റെയും കഞ്ചാവിന്റെയും വ്യഭിചാരത്തിന്റെയും അടിമകളായി മാറിയില്ലേ? അല്ലാഹനെ മറന്ന് ജീവിക്കുന്നില്ലേ? അതുകൊണ്ട് എൻ്റെ പുതിയ തലമുറയോട് പറയാനുള്ളത്, മോനെ, ഇസ്ലാം മെഡിക്കൽ വിദ്യാഭ്യാസത്തിനെതിരല്ല. പക്ഷേ നീ അതിലൂടെ നരകത്തിന്റെ ആളാകാൻ പാടില്ല. അഥവാ നിന്റെ കലാലയത്തിലൂടെ അല്ലാഹനെ മറന്നുകൂടാ. മോനെ, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ആവശ്യമാണ്. പക്ഷേ അതുവഴി നീ നിന്റെ മതത്തെ ബലി കഴിച്ചിട്ട് നരകത്തിന്റെ വിറക് കൊള്ളി ആയിക്കൂടാ. ഈ ഒരു ബോധം നൽകാനുള്ള മതവിദ്യാഭ്യാസം വേണം. ഈ ബോധം നൽകാതെ വിട്ടിട്ട് കാര്യമില്ല. അൽഹംദുലില്ലാഹ്, മഹാനരായ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ, നമ്മുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ കേരളത്തിലും കർണാടകയിലുമെല്ലാം ഇന്ന് 2 വിദ്യാഭ്യാസവും പഠിക്കാനുള്ള സ്ഥാപനങ്ങളുണ്ട്. ജാമിഅ സഅദിയ്യയുണ്ട്, അതുപോലെ തന്നെ അൽ മഖറു സുന്നിൽ ഇസ്ലാമിയുണ്ട്, ജാമിഅത്തു മർകസ് സഖാഫത്ത് സുന്നിയയുണ്ട്, മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയയുണ്ട്. അങ്ങനെ ഓരോ ജില്ലകളിലെയും എണ്ണിപ്പോയാൽ അങ്ങ് കൊല്ലത്ത് ഖാദിസിയും തിരുവനന്തപുരത്ത് മഖ്ദൂമിയയും അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും 2 വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനമാണ്. അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന്റെ ദീൻ നഷ്ടപ്പെടാതെ അവര് ഭൗതികം പഠിക്കട്ടെ എന്നെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ? അല്ലാതെ എല്ലാം മറന്ന് ഭൗതികതയുടെ ഭ്രാന്തന്മാരാകല്ല. കാരണം സ്വർഗത്തിലേക്കുള്ള വഴിയേതാണ്? ഇതിലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅദിലാ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയില്ലേ, മോനെ, നീ എത്ര വലിയ തമ്പുരാനായാലും, നീ എത്ര വലിയ കോടിപതിയായാലും, നീ എത്ര വലിയ കോടിപതിയായാലും, നീ എത്ര വലിയ തമ്പുരാനായാലും, എത്ര വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നവനായാലും, ഇത് ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ്. മോനെ, അല്ലാഹുവിലേക്കുള്ള മാർഗം ഏതാണെന്നറിയുമോ? മുതാബഅത്തുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റലാണ്. ഇടക്കൂടി ഒരു കാര്യം പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 100 കണക്കിന് മണിക്കൂർ സംസാരിച്ച സീഡികളുണ്ട്. അതിൽ ഈ കഴിഞ്ഞ കൊല്ലം റബീഉൽ അവ്വലിന് കൊല്ലം പള്ളിമുക്കിൽ നടന്ന 7 ദിവസത്തെ പ്രസംഗം 15 മണിക്കൂർ, അതിന്റെ സീഡികൾ നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. കഴിവുള്ളവർക്കൊക്കെ അത് വാങ്ങി കേൾക്കാവുന്നതാണ്. അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അറിയണം, ഇത് ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ്, അല്ലാഹുവിലേക്കൊരു മാർഗവും ഇല്ല ഇല്ലാ മുതാബഅത്തുർ റസൂൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുകയല്ലാതെ വേറെ ഒരു മാർഗവും നിനക്കില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താണ്? അന്ത്യനാളിന്റെ അടയാളം എന്താണ്? ഇവിടെ കലാലയങ്ങളിൽ പഠിക്കുന്ന നിങ്ങളുടെ ഈ ഇരിക്കുന്ന പലരുടെയും മക്കളില്ലേ, എന്താ മോനെ നിന്റെ പാൻസ് ഇങ്ങനെ? ദ റിയൽ സ്റ്റൈൽ ഓഫ് അമേരിക്ക. എന്താ മോനെ നിന്റെ മുടി ഇങ്ങനെ? ദ റിയൽ സ്റ്റൈൽ ഓഫ് യൂറോപ്പ്. ഇന്ന് ചില കുട്ടികളിലൊക്കെ മുടി കണ്ടാൽ പേടിയുക. ചിലത് ബഹിരാകാശത്തേക്ക്, ചിലത് അങ്ങോട്ട്, ചിലത് ഇങ്ങോട്ട്, ചിലത് പകുതി ആരോ കൊണ്ടുപോയി, ചിലത് മുക്കാൽ ഭാഗം ആരോ കൊണ്ടുപോയി. എന്താ സംഭവിച്ചതെന്ന് അല്ലാഹു അഅലം. നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അതിനുള്ള ധൈര്യമാണ് വേണ്ടത്. ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണ്. ഐ ആം എ മുസ്ലിം. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാനുള്ള അഭിമാനം. എന്റെ സംസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് പറയാനുള്ള അഭിമാനം. എന്റെ ആചാരൻ ലോകഗുരുവായ നബി തങ്ങളുടേതാണ് എന്ന് പറയാനുള്ള അഭിമാനം. ഇതാണ് എന്നിലും നിങ്ങളിലും വളർന്നു വരേണ്ടത്. ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ജാട പിടിച്ചിട്ട് മദ്രസയുടെ പടി കാണാത്ത എത്ര മക്കളാണ് ഈ സമുദായത്തിനുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മദ്രസയുടെ പടി കാണാത്ത എത്ര മക്കളാണ് ഇവിടുത്തെ വലിയ കൊമ്പന്മാരായ മുസ്ലിം കാക്കാമാർക്കുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന്റെ മതത്തിന്റെ പേരിൽ ജീവിക്കുന്ന ഒരുപാട് കാരണവന്മാരുടെ മക്കൾക്ക് മദ്രസയുടെ പടി അറിയില്ല. കാരണം എന്താ? നാളെ ചില്ലറ അള്ളാഹു താല കൊടുത്തപ്പോഴേക്ക് മദ്രസ അവന് പറ്റാതായി. പണം അള്ളാഹ് കൊടുത്തപ്പോഴേക്ക് ദീനവന് പറ്റാതായി. ഇതിന്റെ പേരിൽ എത്രയോ ആളുകൾ ഭൗതികതയുടെ ലോകത്ത് ജീവിക്കുകയാണ്. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുകയല്ലാതെ മോനെ സ്വർഗത്തിലേക്ക് വേറെ മാർഗമില്ല. എല്ലാത്തിനും ഇസ്ലാമിൻ്റെതായ നിയമമുണ്ട്. അൽഹംദുലില്ലാ, മഹാനായ സയ്യിദ് മദനി തങ്ങളുടെ ഹദറത്തിലേക്ക് മഹാനവറുകളുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നവരാണ് നമ്മളെല്ലാം. ഇത് ഇസ്ലാമികമായി അടിത്തറയുള്ള കാര്യമാണ്. ഇത് ഇസ്ലാമികമായി അടിസ്ഥാനമുള്ള കാര്യമാണ്. പക്ഷേ മഹാനായ സയ്യിദ് മദനി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വരുമ്പോൾ എന്റെ ഉമ്മമാരെ, എന്റെ ജ്യേഷ്ഠന്മാരെ, എന്റെ ഉപ്പമാരെ, മദനി തങ്ങളുടെ പൊരുത്തം വേണോ? ആ മദനി തങ്ങൾ ജീവിച്ച ആദർശത്തെ അംഗീകരിക്കണം. അവിടുന്ന് കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് പറയുകയാണ്, അന്യപുരുഷന്മാരോട് ഇടകലർന്ന് തട്ടിമുട്ടി ഉറൂസിന്റെ നഗരിയിലേക്ക് വന്നാലും അങ്ങനെ ഒരു അനുവാദം നിനക്കില്ല. നിങ്ങൾ അങ്ങനെ അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് നാളെ അള്ളാന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടാൽ ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾ ഇവിടെ വേദിയിൽ വെച്ച് വെട്ടി തുറന്ന് പറയുകയാണ്, അന്യ സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൂടാ. സ്ത്രീകൾക്ക് വേറെ വഴിയുണ്ട്. ആ വഴി അവരുപയോഗപ്പെടുത്തണം. വളണ്ടിയർമാർ അതിന് വേണ്ട കാര്യം ചെയ്തു കൊടുക്കണം. അതുപോലെ ഒരൊറ്റ വളണ്ടിയറുടെയും നിസ്കാരം ഇതിന്റെ പേരിൽ ഖളായാൽ അത് മദനി തങ്ങൾക്ക് പൊരുത്തമല്ല. അവിടുത്തെ വലിയുപ്പയായ നബി തങ്ങൾക്ക് പൊരുത്തമല്ല. ആ ഹബീബായ തങ്ങളെ അയച്ച അല്ലാഹ്ക്ക് പൊരുത്തമില്ല. മഹാന്മാരെ ആദരിക്കണം, അവരുടെ ഉറൂസ് നടത്തണം. ഞങ്ങളുടെ തെക്കുഭാഗത്താണ് ഭീമാപ്പള്ളി. അവിടെ ഉറൂസിനോടനുബന്ധിച്ച് അനാചാരങ്ങൾ ചിലപ്പോഴൊക്കെ നടക്കാറുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാര് തന്ന കരുത്തുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ അനാചാരത്തിനെതിരെ അള്ളാഹു തന്ന ചെറിയ ഇൽമ കൊണ്ട് ഞങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാഞ്ഞിരമറ്റം ഫരീദുദ്ദീൻ വലിയുള്ളാഹ് മഹാനവറുകളുടെ മഖബറയിൽ ഉറൂസ് എന്ന പേരിൽ പല അനാചാരവും നടക്കുന്നുണ്ട്.
അവിടെ ആലിമീങ്ങളില്ലാത്തത് കൊണ്ടാണ്, അവിടെ പണ്ഡിതന്മാരുടെ നേതൃത്വമില്ലാത്തത് കൊണ്ടാണ്. അവിടെ പോയും ഞങ്ങളെ കൊണ്ട് കഴിയും പോലെ വെട്ടി തുറന്ന് ദീന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആലിമീങ്ങൾ സാദാത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നല്ല ആത്മീയ സദസ്സുകൾ മാത്രമായി ഉറൂസ് നടക്കുന്നത്. എന്നാൽ അതിന്റെ ഓരത്തുകൂടെ വന്നു പോകുന്ന സഹോദരിമാരെ, ഒരു ഫാഷൻ പരേഡിന് ഈ നഗരിയിലേക്ക് കടക്കാൻ പാടില്ല. അതിനുള്ള നഗരിയല്ല മഹാന്മാരുടെ നഗരി, അത് നിങ്ങളുടെ ഫാഷൻ പരേഡിനുള്ളതല്ല. ഒരൊറ്റ വലിയന്റെ മഖ്ബറയിലും നീ അല്ലാഹുവിനെ മറന്ന് നടന്നുകൂടാ. അതാണ് അല്ലാഹുവിന്റെ ദീൻ. ആ ദീൻ പൊളിച്ചിട്ട് ഒരു വലിയന്റെയും പ്രീതി നിനക്ക് കിട്ടൂല. കണ്ടില്ലേ, മക്കയിൽ ചെല്ലുമ്പോൾ ഇന്ന് ഹജറുൽ അസ്വദ് മുത്താൻ വലിയ ബഹളമാണ്. ഒരു വിശ്വാസിയുടെ വലിയ ആഗ്രഹമാണ്, ഒരു വിശ്വാസിയുടെ വലിയ ദാഹമാണ് ഹജറുൽ അസ്വദ് മുത്തൽ. എന്നാൽ നിയമപ്രകാരം ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താണ്. അത് നബിതങ്ങൾ നമുക്ക് ചെയ്തു തന്ന റഹ്മത്താണ്. കാരണം അത് ഫർളായാൽ നമുക്കത് താങ്ങാൻ കഴിയില്ലല്ലോ. ഹബീബായ നബിതങ്ങൾ പറഞ്ഞില്ലേ, ലൗലാ അന്ന ശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാക്. ജനങ്ങൾക്ക് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ മിസ്വാക്ക് ചെയ്യൽ ഓരോ ളുഇന്റെയും നിസ്കാരത്തിന്റെയും സമയത്ത് നിർബന്ധമാക്കിയേനെ. ഈ ഉമ്മത്തിനോടുള്ള റഹ്മത്ത് കൊണ്ടാണ് അവിടുന്ന് സുന്നത്തിന്റെ ലെവലിൽ നിർത്തിയത് കേട്ടോ. ഞാൻ വിശദീകരണത്തിലേക്ക് പോവുകയല്ല. അപ്പോൾ ഹജറുൽ അസ്വദ് മുത്തൽ സുന്നത്താണ്. എന്നാൽ ആ സുന്നത്തിന്റെ പേരിൽ കുറെ ആളുകൾ ഇന്ന് ഹറാമു ചെയ്യുന്നുണ്ട്. അതിന് ആലിമീങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾക്ക് കഴിയും പോലെ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാര് ആധികാരികമായി അത് പറയുന്നുണ്ട്. ഹജറുൽ അസ്വദ് ചുംബനം നടത്തൽ സുന്നത്താണ്. അതേ സമയത്ത് അന്യപുരുഷന്മാരോട് മല്ലടിച്ച് നീ അതൊന്ന് മുത്തിയിറങ്ങുമ്പോഴേക്ക് നിന്റെ മക്കനയില്ല, നിന്റെ പറുതയില്ല, നീ ഞെങ്ങി ഞെരുങ്ങിയിട്ട് അന്യപുരുഷന്മാരുടെ ഇടയിൽ ഇടി കൂടി മുത്താൻ ഇസ്ലാം പറയുന്നില്ല. അതെന്തേ, എവിടെന്നാ അത് കിട്ടിയത്? ആയിഷ റളിയല്ലാഹു അൻഹ തവാഫ് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. അതാ ചോദിക്കുന്നു, ഓ ഉമ്മുൽ മുഅ്മിനീൻ, അങ്ങ് അവിടുന്ന് ഈ ഹജറുൽ അസ്വദ് ചുംബിക്കുന്നില്ലേ ഉമ്മ? അപ്പൊ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഇപ്പോൾ മുത്തുന്നില്ല, അവിടെ അന്യപുരുഷന്മാരുടെ തിരക്കാണ്. ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയാണ്, നമ്മുടെ ഉമ്മയാണ്. ചെല്ലുന്നതറിഞ്ഞാൽ എല്ലാവരും മാറിക്കൊടുക്കും. അത്ര പദവിയുണ്ടായിട്ട് പോലും അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ആയിഷ ഉമ്മാനെ കണ്ടിട്ട് ഒരാളും തെറ്റായി ചിന്തിക്കൂല. അങ്ങനെ ഒരു ഖൽബൊരു മുഅ്മിനിനും അല്ലാഹു നൽകിയിട്ടില്ല. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്. അതുകൊണ്ട് ഈ സമുദായത്തിലെ ഒരു പുരുഷനും ആയിഷ ഉമ്മാനെ കാണുമ്പോ തെറ്റായൊരു ചിന്ത വരൽ ഉണ്ടാവില്ല. അല്ലാഹു അങ്ങനെ വലിയ ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. അത് മഹാന്മാരെഴുതിയ ഗ്രന്ഥങ്ങളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ ബഹുമാനങ്ങളിൽ ഒന്നാണ് ലം യുഅബദ് റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിക്കപ്പെടൂല. അത് നബി തങ്ങൾക്ക് നൽകിയ വലിയ ബഹുമാനമാണ്. അപ്പൊ ഇനി മദീനത്ത് പോയി എന്തെങ്കിലും ചെയ്ത് ആരാധനയായി പോകുന്നുള്ള പേടി ആർക്കും വേണ്ട. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ള ബഹുമാനമാണ് ലം യുഅബദ്, ആരാധിക്കപ്പെടൂല. പിന്നെ അവിടുത്തെ പേടി വേണ്ട. പ്രിയമുള്ള സഹോദരിമാരെ അറിയണം, അതുകൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ മുറ്റത്ത് നിങ്ങളുടെ തല തുറന്നിട്ട് വരാൻ പാടില്ല, ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ച് വരാൻ പാടില്ല, അന്യപുരുഷന്മാരോട് തട്ടിമുട്ടി വരാൻ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി സയ്യിദ ഖദീജ റളിയല്ലാഹു അൻഹാ ഒരിക്കൽ പറഞ്ഞു, ഇബ്നു കസീർ അസ്സീർ നബവിയുടെ 1-ാം വാള്യത്തിൽ എഴുതുകയാണ്, ഒരിക്കൽ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ എന്നോടൊന്ന് പറയണേ. അതെ പറയാന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തങ്ങൾ എൻ്റെ വലത് സൈഡിലേക്ക് ഒന്നിരുന്നിട്ട് നോക്ക്, ജിബ്രീലിനെ കാണുന്നുണ്ടോ എന്ന്. കാണുന്നുണ്ട്. ഇടത് സൈഡിലോട്ടൊന്ന് ഇരുന്നിട്ട് നോക്ക്, ജിബ്രീലിനെ കാണുന്നുണ്ടോ എന്ന്. കാണുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുത്തിയിട്ട് ജിബ്രീലിനെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് മെല്ലെ തലയിലെ മുണ്ടൊന്ന് നീക്കി മുടിയുടെ അല്പഭാഗം പുറത്ത് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ ജിബ്രീലിനെ കാണുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു ഇല്ല. എന്നാ തങ്ങളുടെ അടുക്കൽ വരുന്നത് ജിബ്രീൽ തന്നെയാണ്, പിശാചല്ല. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കായത് കൊണ്ടാണ് എന്റെ മുടി പുറത്ത് വന്നപ്പോഴേക്ക് പോയി കളഞ്ഞത്. അതൊന്നെനിക്ക് പരീക്ഷിച്ച് ബോധ്യപ്പെടാനാണ് തങ്ങളോട് ഞാൻ ചോദിച്ചത്. നോക്കൂ, അപ്പോൾ റഹ്മത്തിന്റെ മലക്കുകളുടെ അനുഗ്രഹം കിട്ടേണ്ട മഹാന്മാരുടെ മസാറുകളിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും ഔറത്ത് മറയ്ക്കാതെ വരാൻ പാടില്ല. പൂർണ്ണമായും ഔറത്ത് മറയ്ക്കാതെ വരാൻ പാടില്ല. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അതിന്റെ നിയമങ്ങളെല്ലാം ആദരണീയരായ മാണിക്കോത്ത് ഉസ്താദ് അവറുകളാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് സംസാരിക്കുന്നതായി കേട്ടു. അല്ലാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ ആലിമീങ്ങളെല്ലാം വെട്ടിത്തുറന്ന നിയമങ്ങൾ പറയുന്നുണ്ട്. പിന്നെയും അത് ലംഘിക്കുന്നതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോട് പുരുഷന്മാരോട് പറയാണ്, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മകളെ, നിങ്ങളുടെ ഉമ്മാനെ, നിങ്ങളുടെ പെങ്ങളെ ഔറത്ത് തുറന്നിട്ട് ഈ മഖബറയിലേക്ക് വിട്ടുകൂടാ. അങ്ങനെ ഒരാവശ്യം ഇവിടെ ഒരു സയ്യിദിനും ഇല്ല, ഇവിടെ ഒരു ആലിമിനും ഇല്ല, ആലിമീങ്ങളുടെ തണലിൽ കഴിയുന്ന കമ്മിറ്റിക്കാർക്കുമില്ല, ഒരു മറാക്കൽക്കുമില്ല. അല്ലാഹുവിന്റെ ദീൻ അത് വെട്ടി തുറന്ന് പറയേണ്ട ദീനാണ്, അതാരെയും ഭയക്കേണ്ട ദീനല്ല. കേട്ടോ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ പടക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്, ഓ ജിബ്രീൽ, ആ സ്വർഗ്ഗമെന്ന് പോയി നോക്ക്. ജിബ്രീൽ അലൈഹിസ്സലാം പോയി നോക്കി. നല്ല രസമുണ്ട് റബ്ബേ, ഇത് കണ്ടാൽ, ഇത് കേട്ടാൽ ഇതിൽ കടക്കാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവൂല. ശരി, നരകത്തെ പടച്ചു അല്ലാഹു തആല. എന്നിട്ട് പറഞ്ഞു, ജിബ്രീൽ ഒന്ന് പോയി നോക്ക്, ആ നരകം എങ്ങനെയുണ്ട് എന്ന്. അല്ലാഹുവേ, ബേജാറായി പോയി. ആ നരകത്തെ കണ്ടാൽ ഒരൊറ്റയാളും അതിൽ കടക്കാൻ ഇഷ്ടപ്പെടൂല. അത്രയും ഭീതിതമാണ്, അത്രയും ബേജാറാണ്. ശരി, ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇങ്ങ് വിളിച്ചിട്ട് അല്ലാഹു തആല നരകത്തെ അല്ലാഹു തആല കവർ ചെയ്തു. ബിശ്ശഹവാതി, നരകത്തിലേക്ക് കടക്കുന്ന കർമ്മങ്ങൾ കൊണ്ട് നരകത്തെ കവർ ചെയ്തു. എന്തൊക്കെ ചെയ്താലാ നരകത്തിലെത്തുക, ആ കാര്യങ്ങൾ കൊണ്ടൊക്കെ നരകം ഒന്ന് പൊതിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പോയി നോക്കാൻ ജിബ്രീലിനോട്. നോക്കിയപ്പോ എന്താ, കള്ളുണ്ട്, കഞ്ചാവുണ്ട്, നൃത്തമുണ്ട്, പാട്ടുണ്ട്, ആട്ടമുണ്ട്, ഫാഷനുണ്ട്, ഫാഷൻ പരേഡുണ്ട്, എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ്, ഇത് കണ്ടാൽ ഇതിലെല്ലാവരും വീണു പോകുമല്ലോ. അല്ലാഹ്, സ്വർഗത്തെ അല്ലാഹു തആല സുമ്മ ഹഫ്ഫഹാ ബിൽ മകാരിഹി, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കർമ്മങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അതെന്താ, തണുപ്പുള്ള സുബഹിക്ക് എഴുന്നേറ്റ് ഒതു എടുക്കുക, ചൂടുള്ള പകലിൽ പട്ടിണി കിടന്ന് നോമ്പെടുക്കുക, കയ്യിലുള്ള പൈസ കൊണ്ട് സദഖ ചെയ്യുക. ഇതൊക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇതുകൊണ്ട് അല്ലാഹു തആല സ്വർഗത്തെ പൊതിഞ്ഞു. പോയി നോക്കാൻ പറഞ്ഞു സ്വർഗത്തിലേക്ക്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, അല്ലാഹ്, ഇതിലാരും കടക്കൂലല്ലോ അല്ലാഹ്, ഇത് കടക്കാൻ ആളുകൾ പ്രയാസപ്പെടുമല്ലോ അല്ലാഹ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അതുപോലെ നരകത്തിലേക്കുള്ള വഴി കാണാൻ നല്ല രസമാണ്, ചെന്നാൽ വലിയ കുണ്ടാണ്,
പെട്ടാലത് വലിയ അപകടമാണ്. നീ ഭൗതികത്തിൽ ആണ്ടുപൂണ്ടൊരു മോഹിയോ നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധവുമില്ലയോ? നരകത്തെ എന്നാ റബ്ബുന സൃഷ്ടിച്ചത്? ചൊവ്വാഴ്ച എന്നാണ് ഹദീസിൽ വന്നത്. മഹാനായ തഴവ ഉസ്താദ് നരകത്തിന്റെ ഭീതിതമായ രംഗങ്ങൾ തുടങ്ങുകയാണ്. നീ ഭൗതികത്തിൽ ആണ്ടുപൂണ്ടൊരു മോഹിയോ നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധവുമില്ലയോ? മോനെ, നരകത്തെ അല്ലാഹ് പൊതിഞ്ഞത് നല്ല അലങ്കാരമുള്ള സാധനങ്ങൾ കൊണ്ടാണ്. ഇഷ്ടമുള്ള പെണ്ണിനെ പിടിക്കാം, ഇഷ്ടമുള്ള കള്ള് കുടിക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം, എന്തുമാകാം. ഇതാണ് നരകത്തിന്റെ കവറ്. അത് കണ്ട് നീ വീഴണ്ട. വീണാൽ ആ നരകം അവസാനിക്കാത്ത തീയാണ്. അതാ പരലോകത്തെ നരകത്തെ പേടിച്ചിട്ട് ദുനിയാവിലെ തീ കരയുകയാണ്. ഇബ്നു റജബുൽ ഹംബലി അത്തഖ്വീഫു മിനന്നാരിൽ ഇതിന്റെ വ്യത്യസ്ത നിവേദനം കൊണ്ടുവന്നില്ലേ? അതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറെ ദിവസം പള്ളിയിലേക്ക് വരുന്നുണ്ട്. ആരോടും മിണ്ടാട്ടമില്ല, ആരോടും മിണ്ടുന്നില്ല. പള്ളിയിൽ വരും, ജമാഅത്ത് കഴിയും, റൂമിൽ പോയി അകത്തടച്ചെങ്ങനെ ഇരിക്കും. സ്വഹാബത്തിന് ബേജാറായി. എന്തു പറ്റിപ്പോയി മുത്തുനബി തങ്ങൾ? ഞങ്ങളെടുക്കുന്ന വല്ല പിഴവും വന്നോ? ഞങ്ങളെടുക്കുന്ന വല്ല വീഴ്ചയും വന്നോ? ഒന്നും അറിയാനില്ല. സ്വഹാബത്തിന് ചോദിക്കാനുള്ള ധൈര്യമില്ല. അപ്പൊ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരുങ്ങി ഇറങ്ങി. ഇതൊന്നറിയണല്ലോ, എന്താണ് പറ്റിയതെന്നൊന്നും അറിയണല്ലോ, എന്തേ മുത്തുനബി തങ്ങൾക്ക് സംഭവിച്ചു പോയതെന്നൊന്നും അറിയണല്ലോ. അങ്ങനെ മഹാനരായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ വാതിൽക്കലെത്തി. സൽമാൻ തങ്ങൾക്കൊരു അവകാശമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മിന്ന സൽമാനു മിന്ന, സൽമാൻ നമ്മളിൽപ്പെട്ട ആളാ, സൽമാൻ എന്റെ ആളാ എന്ന് നബി തങ്ങൾ പരിഗണിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരവകാശം സൽമാനുൽ ഫാരിസി തങ്ങൾക്കുണ്ട്. സൽമാനുൽ ഫാരിസി തങ്ങളെ പോയി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച, മോളെ ഫാത്തിമ, ഒരു ബേജാറിലാണ്, ഞങ്ങൾക്കൊരു പരിഹാരം വേണം. എന്താണ് സൽമാൻ തങ്ങളെ? അവിടുത്തെ ഉപ്പ, ഞങ്ങളുടെ നേതാവ്, കുറെ ദിവസമായി അവിടുന്ന് വരുന്നില്ല, ഞങ്ങളോട് മിണ്ടുന്നില്ല, അതുപോലെ പോകും, കഥകടച്ചകത്തിരിക്കും. എന്താണ് സംഭവിച്ചതെന്നറിയില്ല, വാതിൽ മുട്ടിയിട്ട് ഉത്തരമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് മോളൊന്ന് പോണം. ആ പോകാനിറങ്ങുന്ന രംഗം പോലും അയിമ്മത്തെഴുതുക. ഒരു വലിയ വസ്ത്രമെടുത്ത് മഹദി അവറുകൾ മുഴുവനും ആകെ മൂടിച്ചുറ്റി. ശരീരത്തിന്റെ ഒരു ഭാഗവും വ്യക്തമാകാത്ത രൂപത്തിൽ അബുൽ ഖാസിം റസാഇ തങ്ങൾ അവിടുത്തെ തദ്കിറത്തുൽ മുഹിബ്ബീനിൽ ഇത് ഉദ്ധരിക്കുമ്പോൾ ആ ഭാഗം കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. ശരീരം മുഴുവനും പൊതിഞ്ഞു വലിയ ഒരു വസ്ത്രമെടുത്ത്, ആളെ തിരിച്ചറിയാത്ത, ശരീരത്തിന്റെ നീളവും വണ്ണവും അറിയാത്ത രൂപത്തിൽ അങ്ങ് കവർ ചെയ്തു. എന്നിട്ട് മെല്ലെ നടന്നു ഇലാ ബാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ദൂരമൊന്നുമില്ല, എന്നിട്ടും അത്രയും വലിയ സൂക്ഷ്മത. ഞാൻ വിശദീകരിക്കണില്ല. അങ്ങനെ വീട് വാതിൽക്ക് ചെന്നു, മറുപടിയില്ല. പിന്നെയും വിളിച്ചു, മറുപടിയില്ല. അവസാനം പറഞ്ഞു, ഉപ്പാ, മോള് ഫാത്തിമയാണ്, ഉപ്പാനെ കാണാൻ വന്നതാണ്. അപ്പം മെല്ലെ വന്ന് വാതിൽ തുറന്നു. സാധാരണ പോലത്തെ ആവേശമൊന്നും കാണാനില്ല. സാധാരണ മോള് വരുമ്പോൾ പെരുന്നാളാ, വാതിൽക്കൽ പോയി സ്വീകരിക്കും, നെറ്റിക്ക് മുത്തം കൊടുക്കും, അടുത്തു കൊണ്ടുവന്ന് പിടിച്ചിരുത്തും, കുശലാന്വേഷണം നടത്തും. അവര് സംസാരിക്കുന്നത് കാണുമ്പോഴുള്ള കൗതുകം ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഫാത്തിമ ബീവിക്കൊരു പേരുണ്ട്, ഉമ്മു അബീഹ. സ്വന്തം വാപ്പയ്ക്ക് ഒരു ഉമ്മ ചെയ്തു കൊടുക്കേണ്ട പരിചരണങ്ങൾ ചെയ്തു കൊടുത്ത അത്രയും മഹത്വമുള്ള മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഖദീജ ഉമ്മ വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കാൻ ഉമ്മയുടെ സ്ഥാനത്തുള്ള ഒരാൾ വേണം. സ്വന്തം മോള് ഉമ്മയെപ്പോലെ വളർന്നു.
എന്നിട്ട് മുത്തുനബി തങ്ങളെ ആറ്റുനോറ്റ് പോറ്റിയ മകളാണ് ഉമ്മുൽ മുഅ്മിനീൻ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. ചെന്നപ്പോ ഒരു മിണ്ടാട്ടവും. എന്തേ ഉപ്പ ഇങ്ങനെ ഇരിക്കണത്? കണ്ടിട്ട് വലിയ ക്ഷീണമുണ്ട്, എല്ലാവരും വലിയ ബേജാറിലാണ്, വലിയ ഭയത്തിലാണ്. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോളെ, മറ്റൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കാനുള്ള കാരണം ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ നരകത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു. ആ നരകത്തിലുള്ള ഈ സമുദായത്തിലെ ആളുകളെ കുറിച്ച് പറഞ്ഞു. ഞാനത് ആലോചിച്ച് ബേജാറിലാണ്. ഞാൻ അതിന്റെ ഭയാനകതയെ കുറിച്ച് പേടിയിലാണ്. ആ നരകത്തിന്റെ ഭീകരത കേട്ടുകൊണ്ട് ഞാൻ ബേജാറായി പോയതാണ്. അതുകൊണ്ടാണ് മോളെ ഫാത്തിമ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. മഹാന്മാർ ഇവിടെ കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം. തഖ്വ എന്ന് പറയുന്നതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അല്ലാഹുവിലുള്ള ചിന്തയാണ് നമുക്കെപ്പോഴും വേണ്ടത്. സയ്യിദ് മദനി തങ്ങൾ ഇവിടെ വന്നത് എന്തെങ്കിലും ചില ജാലവിദ്യകൾ കാണിക്കാനല്ല, എന്തെങ്കിലും ചില അത്ഭുതങ്ങൾ കാണിക്കാനല്ല. മഹാനവറുകൾ ഇവിടെ വന്നത് അല്ലാഹുവിന് എങ്ങനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാമെന്ന് ജീവിതത്തിലൂടെ പഠിപ്പിക്കാനാണ്. തഖ്വയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്. കണ്ടില്ലേ, താജുൽ ഉലമാ തങ്ങൾ മഹാനരായ മദനി തങ്ങളുടെ ചാരത്ത് 7 പതിറ്റാണ്ടോളം ഇവിടെ ജീവിച്ചില്ലേ? മഹാനവറുകൾ നമുക്ക് നൽകിയത് എന്താണ്? വിത്ർ നിസ്കാരം മുടക്കാൻ പാടില്ല എന്നതാണ്. തഹജ്ജുദ് മുടങ്ങരുത് എന്ന സന്ദേശമാണ്. വുളൂ ചെയ്താലുള്ള സുന്നത്ത് നിസ്കാരം മുടക്കരുത് എന്നാണ്. ഇൽമു കൊണ്ടുള്ള ജോലി എത്ര വയസ്സായാലും ഒഴിവാക്കരുതെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എത്രയായാലും വർദ്ധിപ്പിക്കണമെന്നതാണ്. അവിടുന്ന് പഴക്കമുള്ള ദലായിലുൽ ഖൈറാത്തിന്റെ ഏട് എടുത്ത് തുറന്ന് വെച്ചുകൊണ്ട് ഓതുന്നത് ഞങ്ങൾക്ക് അപൂർവമായിട്ടെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളേറെ കണ്ടവരാണ്. അതുകൊണ്ടല്ലേ താജുൽ ഉലമാ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തിൽ സലാം പറയുന്ന സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ മറ്റുള്ള ആളുകളെ എല്ലാം അവിടുത്തെ പോലീസുകാരാട്ടുന്നുണ്ട്, തട്ടിമാറ്റുന്നുണ്ട്. എന്തുകൊണ്ടോ താജുൽ ഉലമാ തങ്ങൾ എത്രയോ നേരം അവിടെ നിന്നാലും ആരും തട്ടുന്നില്ല. കാരണം നമ്മളെപ്പോലെ ആ ചുവരിൽ എഴുതിയിരിക്കുന്ന അക്ഷരം വായിക്കാൻ പോയതല്ല തങ്ങൾ. നമ്മളെപ്പോലെ അവിടെ കത്തുന്ന ലൈറ്റ് നോക്കാൻ പോയതല്ല തങ്ങൾ. നമ്മളെപ്പോലെ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ പോയതല്ല തങ്ങൾ. ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ സെൽഫി എടുക്കാൻ വേണ്ടി പോയതല്ല തങ്ങൾ. തങ്ങൾ അവിടെ ചെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയാനാണ്. ഹബീബിന്റെ അതിഥിയായി ചെന്ന പേരക്കുട്ടിയാണ്. ഹബീബിനോട് നേരെ സലാം പറയാൻ ചെന്നതാണ്. പിന്നെ തടുക്കാനാരാണ്? ആരാലും സാധ്യമല്ല. ഇന്ന് തട്ടപ്പെടാനുള്ള കാരണം കുറെയൊക്കെ നമ്മുടെ ആത്മാർത്ഥതയുടെ കുറവാണ്. നമുക്ക് വേണ്ട പോലെ മനസ്സാന്നിധ്യം വരാത്തതാണ്. മദീനയിൽ ചെല്ലുന്നത് പച്ചക്കുബ്ബ കാണാനല്ല, പള്ളിയുടെ വലിപ്പം അറിയാനല്ല. മാലിക് ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, സുർതു ഖബറൻ നബി, നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിഷ്ടം സുർതുൻ നബിയ, ഹബീബായ നബി തങ്ങളെ സന്ദർശിച്ചു എന്ന് പറയലാണ്. കാരണം ഇമാം മാലിക് തങ്ങൾ സിയാറത്ത് ചെയ്യാമെന്നത് റസൂലുള്ളാഹി തങ്ങളെയാ.
ഖബറല്ല. കാരണം എല്ലാ രാത്രിയിലും ഞാൻ ഹബീബായ നബി തങ്ങളെ കാണാറുണ്ട് എന്ന് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാം ദാരിൽ ഹിജ്റ പറഞ്ഞതായി നമുക്ക് ഇമാം അബൂ നുഐം രേഖപ്പെടുത്തിയതായി കാണാൻ പറ്റും. ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാ വരുന്നത്. അതുകൊണ്ടാണ് ഇമാമുന ശാഫിഈ തങ്ങൾക്ക് ഹദീസ് ഓതി കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ മേലെ കൈവച്ചിട്ട് പറയും, ഈ കിടക്കുന്ന നബിതങ്ങളിൽ നിന്ന് ഞാൻ റിവായത്ത് ചെയ്യുന്നു എന്ന്. ഈ കിടക്കുന്ന നബിതങ്ങൾ പറഞ്ഞ ഹദീസാ ഞാൻ പറയുന്നത്. ഹദ്ദസനി നാഫിഉൻ അൻ ഇബ്നു ഉമർ അൻ ഹാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇശാറത്താക്കും. അപ്പോൾ ഇമാം മാലിക് തങ്ങൾ പിന്നീട് ഇമാമുന ശാഫിഈ തങ്ങളോട് പറഞ്ഞു, ഞാൻ ഓതിത്തന്ന ഹദീസ് എല്ലാം ഒന്ന് മടക്കി പറഞ്ഞു തരാൻ. അപ്പൊ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഹദീസ് മടക്കി പറയുന്ന നേരം ഏതൊക്കെ ഹദീസ് പറയുമ്പോഴാണോ നബി തങ്ങളുടെ ഖബറു ശരീഫിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, അപ്പോ ആ ഹദീസുകളെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു എന്ന് ഇമാം ബൈഹഖി എഴുതുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അതാണ് അവരുടെ ബന്ധം. അതാണ് മഹാന്മാരായ ഔലിയാക്കളുടെ ബന്ധം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ആത്മീയ ലോകത്തെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലാതെ താൽക്കാലികമായ ഭൗതികതയല്ല. അത് നൈമിഷികമാണ്. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഈ ദുനിയാവ് നൈമിഷികമാണ്. ഇതിനെ പ്രേമിക്കുന്നവൻ നിന്ദ്യനാണ്. അതുകൊണ്ട് മോനെ, ഈ ദുനിയാവിന്റെ ഭ്രാന്തനായി മാറാതെ ഈ ദുനിയാവിനെ ഇഷ്ടം വെച്ച് നീ അതിലേക്ക് വീണുപോകാതെ അല്ലാഹുവിലേക്ക് ചിന്തിച്ചോ. ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്നാലോചിച്ചോ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഹുബ്ബ് വെക്കണം. ഹബീബിലേക്ക് മനസ്സ് നന്നായി ചേർത്ത് വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടണം. അതിലേക്ക് നമ്മൾ ചേരണം. മഹാനായ ഇബ്നു ഫർഹൂൻ റഹ്മത്തുള്ളാഹി അലൈഹി 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം 8-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മദീനയിൽ ജീവിച്ചിരുന്ന മഹാനാണ് ഇമാം ഇബ്നു ഫർഹൂൻ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റുന്ന ഇതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. എല്ലാ ആളുകളും അങ്ങ് പരിസരത്തുള്ള സഹോദരങ്ങളൊക്കെ നടത്തു നിന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്തു തരും. ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ അതാ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ഏറെക്കാലം നേതൃത്വം കൊടുത്ത മഹാനാണ് ഇബ്നു ഫർഹൂൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ ഇബ്നു ഫർഹൂൻ റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഹദീസിന്റെ സനദുള്ള മഹാനാണ്. 60 കൊല്ലം മസ്ജിദുൻ നബവിയിൽ 1-ാമത്തെ സഫിൽ നിസ്കരിച്ച മഹാനാണ്. 60 കൊല്ലം 1-ാമത്തെ സഫിൽ നിസ്കരിച്ച മഹാനാണ്. മഹാനവറുകളോട് മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിൽക്കാൻ നിർദ്ദേശിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് സാധിക്കൂല. നബിതങ്ങൾ ഇമാമത്ത് നിന്ന പള്ളിയിൽ ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ എനിക്ക് ധൈര്യം പോരാ എന്ന് പറഞ്ഞ മഹാനായ ഇബ്നു ഫർഹൂൻ റഹ്മത്തുള്ളാഹി അലൈഹി 60 കൊല്ലം മസ്ജിദുൻ നബവിയിലെ
ഒന്നാം സഫ് മുവാളബത്ത് ചെയ്ത പതിവാക്കിയ മഹാനാണ്. മഹാന്മാരായ ചരിത്രകാരന്മാരെഴുതുകയാണ്, എപ്പോഴാണോ മസ്ജിദുൻ നബവിയുടെ വാതിൽ തുറക്കുന്നത്, ഹാ ഹുവ ബിൽ ബാബി, ആ തുറക്കുന്ന സമയത്ത് വാതിൽക്കൽ ഇബ്നു ബർഹൂൻ തങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് 60 കൊല്ലം മദീനയിൽ ജീവിച്ചത്. ആ മഹാനവറുകളുടെ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം തന്നെ വലിയൊരു പൊന്നുകൊണ്ട് എഴുതേണ്ട ഗ്രന്ഥമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. അന്നത്തെ ഇമാമുകളെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. അന്നത്തെ മുഅദ്ദിൻമാരെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. അന്നത്തെ ആലിമീങ്ങൾ, അന്നത്തെ മുദർരിസുമാർ, അവരെയെല്ലാം പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ഇബ്നു ഫർഹൂൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം. പറയട്ടെ, മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു സംഭവം മാത്രം ഞാനിവിടെ പറയുകയാണ്. ആ മദീനയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ്. മദീനയിൽ ഒരു നടപടി ഉണ്ടായിരുന്നു. ഇമാം ബർസഞ്ചി റളിയല്ലാഹു അൻഹു എഴുതുന്നത്, മദീനയിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ ജനാസ കൊണ്ടുവന്ന് നബി തങ്ങളുടെ ഖബർ ശരീഫിന്റെ നേരെ കാണിക്കും. എന്നിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്തിനെ തേടും ഇയാൾക്ക് വേണ്ടി. എന്നിട്ടാണ് ജനാസ കൊണ്ടുപോയി നിസ്കരിക്കാൻ വെക്കുക. ആ നിസ്കരിക്കാൻ വെക്കുന്ന സമയത്ത് ജനാസ എങ്ങനെയാണ് വെക്കുക? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ജനാസ വെക്കുമ്പോ മയ്യത്തിന്റെ തല വലതുഭാഗത്തല്ലേ വെക്കുക, ഇമാമിന്റെ വലതുഭാഗത്തല്ലേ വെക്കുന്നത്. എന്നാൽ മസ്ജിദുൻ നബവിയിൽ ജനാസ വെക്കുന്ന നേരത്ത് നബിതങ്ങളുടെ മിഹ്റാബിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ മയ്യത്ത് വെക്കുമ്പോൾ തല ഇമാമിന്റെ ഇടതു സൈഡിലാക്കിയിട്ടാണ് വെക്കാറുള്ളത്. കാരണം സാധാരണ പോലെ മയ്യത്ത് കിടത്തിയാൽ കാല് നബിതങ്ങൾ കിടക്കുന്ന റൂമിന് നേരെയായി പോകും. അത്ര വലിയ ബഹുമാനമാണ് മദീന പഠിപ്പിച്ചത്. മദീനത്ത് എപ്പോഴെങ്കിലും ചെന്നപ്പോൾ അവിടുത്തേക്ക് പറ്റാത്ത വല്ല അദബുകേടും ഞങ്ങളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ വിട്ടു പുറത്തു തരണം റഹ്മാനേ. ഒരദബുകേടും അവിടുത്തെ പേര് പറയുമ്പോഴോ അവിടുത്തെ മദീനത്ത് ചെല്ലുമ്പോഴോ ഞങ്ങളിൽ വെക്കരുത് റഹ്മാനേ. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിമാം ബർസഞ്ചി റഹിമഹുല്ലാഹ് എഴുതുകയാണ്. ഇമാം ബർസഞ്ചി തങ്ങൾ ഇമാം ഇബ്നു ഫർഹൂൻ തങ്ങളുടെ പല ഉദ്ധരണിയും ഇമാം സുംഹൂദി തങ്ങളുടെ പല ഉദ്ധരണിയും അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് അതിലേക്കൊക്കെ നമുക്ക് വരാം. ആ ഇബ്നു ഫർഹൂൻ റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, മദീനയിൽ ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ വല്ലാതെ മീശ വളർത്തുന്ന ആളായിരുന്നു. മീശ വല്ലാതെ വളർത്തുന്ന ആളായിരുന്നു. അങ്ങനെ കൊമ്പൻ മീശയാണ് അയാൾക്കുള്ളത്. 2 സൈഡിലേക്കും കൊമ്പ് വലിച്ചു വെച്ച മീശയാണ്. മീശ വെട്ടണം എന്നാണ് സുന്നത്ത്, ദാടി വളർത്തണം എന്നാണ് സുന്നത്ത്. അപ്പോൾ ഇയാളോട് പല ആളുകളും പറഞ്ഞു, നിങ്ങൾ ഈ മീശ വെട്ടണം, നിങ്ങൾ മീശ വെട്ടണം. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ ശൈഖ് മീശ വളർത്തിയ ആളാണ്, അതുകൊണ്ട് ഞാൻ മീശ വളർത്തുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അയാളെ എതിർക്കാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. ഇദ് റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മസ്ജിദിശ് ശരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലുണ്ട്. വന്നാസു ഹൗലഹു, ജനങ്ങൾ ചുറ്റുമുണ്ട്. വഅന മിൻ വറാഇശ് ശുബ്ബാക്കിൽ ഹദീദില്ലദീ ഫിൽ ഖിബ്ലത്തി ഫീ ദാരി ആലി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള പള്ളിയുടെ പിൻഭാഗത്തെ ജനലിന്റെ പിന്നിലാണ് ഞാനുള്ളത്. പിൻഭാഗത്തെ ജനലിന്റെ പിന്നിലാണ് ഞാനുള്ളത്.
ഇരുമ്പിന്റെ ജനാലയാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നുണ്ട്. അവിടുത്തെ ചുറ്റും ജനങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാൻ നബി തങ്ങളെ കാണുന്നുണ്ട്. ചുറ്റും ജനങ്ങൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫകുല്ലമാ ഹമംതു ബിദ്ദുഖൂലി മിനശ്ശുബ്ബാക്കി, ഞാൻ ആ ജനലിലൂടെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്കൊന്ന് കയറാൻ, ഒന്നടുക്കാൻ നോക്കിയപ്പോൾ യദ്ഖുലു റഅസീ, എന്റെ തല ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ എന്റെ മീശയുടെ ഭാഗമെത്തിയാൽ മീശ രണ്ട് കമ്പി പോലെ ആയിട്ട് ആ ജനലിൽ ഉടക്കി നിൽക്കുകയാണ്, അങ്ങോട്ട് കടക്കുന്നില്ല. അതാണ് മഹാനവറുകൾ പറയുന്നത്, ഫകുല്ലമാ ഹമംതു ബിദ്ദുഖൂലി മിനശ്ശുബ്ബാക്കി യദ്ഖുലു റഅസീ, എന്റെ തല കടക്കുന്നുണ്ട്, പക്ഷേ ഈ മീശ എന്നെ തടയുന്നുണ്ട്. മനആനി മിനദ്ദുഖൂലി, ഈ മീശയുടെ വാലുകൾ എന്നെ തടയുകയാണ്. വറഅയ്തുഹുമാ ഖദ് സ്വാറാ മിൻ ഹദീദിൻ, രണ്ടും ഇരുമ്പ് കൊണ്ടായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഫഅജൽതു അൻ ഇദ്ഖാലിഹിമാ, അതിനെ കടത്താൻ എനിക്ക് കഴിയുന്നില്ല. ഫഹ്തറഖ ഖൽബി മിൻ ശിദ്ദത്തിൽ അലമി അലാ അദമി വസൂലി ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടക്കാനാവുന്നില്ലല്ലോ എന്ന ബേജാറ് എന്റെ കൽബ് പൊടിച്ചു കളഞ്ഞു. എന്റെ നെഞ്ച് കരിഞ്ഞുപോയി, എന്റെ മനസ്സ് ഇടറിപ്പോയി, എന്റെ കൽബ് ഇടറിപ്പോയി. എനിക്ക് കടക്കാനാവുന്നില്ല. കാരണം ഞാൻ ഒരു സുന്നത്തിനെ അവഗണിച്ചതാണ്, ഞാൻ ഒരു സുന്നത്തിനെ പരിഗണിക്കാതിരുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ ഉണർന്നു. ഉടനെ പോയി ഞാൻ കത്രികയെടുത്തു, എന്റെ മീശയങ്ങ് വെട്ടി റെഡിയാക്കി. അപ്പൊ നാട്ടുകാര് ചോദിച്ചു, നല്ല പണിയാണ് നീ ചെയ്തത്, ഇത്ര കാലം ചെയ്യാത്തത് എന്തേ ഇപ്പൊ ചെയ്യാനുള്ള കാരണം? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് ഹബീബിലേക്ക് ചേരാൻ ഇത് തടസ്സമായതുകൊണ്ടാണ്. വഅലിംതു അന്നൽ ഖൈറ കുല്ലഹു ഫിത്തിബാഇ സുന്നഹ്, സുന്നത്തിനെ പിൻപറ്റുന്നതിലാണ് എല്ലാ നന്മയും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞെരിയാണിക്ക് താഴെ പാൻസ് ഇടുന്ന മോനെ, അതാ പൊക്കിളിന് താഴെ പാൻസ് ഇറങ്ങുന്ന കൂട്ടുകാരാ, പേക്കോലങ്ങൾ കാണിച്ച് മുടിവെട്ടുന്ന ചെറുപ്പക്കാരാ, നരച്ച പാൻസും ഇടുങ്ങിയ പാൻസും കുടുങ്ങിയ പാൻസും പരിഷ്കാരത്തിന് വഴിപ്പെടുന്ന സഹോദരാ, കലാലയത്തിന്റെ മുറ്റത്ത് പോയി തോന്നിവാസങ്ങൾ ചെയ്യുന്നവരെ, ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും അനാവശ്യങ്ങൾക്ക് കൂട്ടുനിന്ന് ആചാരങ്ങളെ കളിയാക്കി അനാചാരങ്ങളിലേക്ക് കടക്കുന്ന കൂട്ടുകാരാ, അല്ലാഹുവിനെ ഭയന്നോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടമുണ്ട് നിന്റെ കൽബിലെങ്കിൽ തലമറയ്ക്കാതെ നടക്കുന്ന പെങ്ങളെ, നാഴികയ്ക്ക് 40 വട്ടം ഒഴിഞ്ഞു പോകുന്നൊരു തുണ്ടൻ തുണി തലയിൽ ഇട്ടിട്ട് അതാ നടക്കുന്ന സഹോദരി, ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം അന്യപുരുഷന്മാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ടൈറ്റ് ഫിറ്റ് പർദ്ദ ധരിക്കുന്ന സഹോദരി, നിനക്ക് ഹബീബിലേക്ക് ചേരാൻ അത് തടസ്സമാണ്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരെ, ഈമാനോടെ ജീവിച്ച്
തഖ്വയോടെ ചിന്തിച്ച് സുന്നത്തുകൾ പരമാവധി ഹയാത്താക്കി അതാ നിന്റെ മീശ കൃത്യമായി വെട്ടി ദാടി ഭംഗിയായി വെച്ച് സുന്നത്ത് പരമാവധി പാലിച്ച് കഴിയും പോലെ സ്വലാത്തു ചൊല്ലി ദിക്റ് ചൊല്ലി നമ്മുടെ പെൺമക്കളെ പെങ്ങന്മാരെ ദീനിന്റെ ചിട്ടയിൽ വളർത്തി സ്വാലിഹീങ്ങളെ പോലെ ആലിമീങ്ങളെ പോലെ പോറ്റിക്കോ അല്ലാഹ്. പറയുന്ന ഞങ്ങളും വളരെ വീഴ്ചയുള്ളവരാണ്, നീ വിട്ടുവീഴ്ച ചെയ്യണേ റഹ്മാനേ, നീ ഔദാര്യം ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ നീ കബൂല് ചെയ്ത് നിന്റെ ഓശാരം തന്ന് ഞങ്ങളെ നീ സ്വർഗത്തിന് പറ്റുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കാകെയുള്ള തണല് ഹാലുന്നബി ദരിയതി അഹ്ലുബൈത്താണ്. ഇമാമുന ശാഫിഈ തങ്ങള് മിനായിൽ നടന്നുകൊണ്ട് ചൊല്ലിയത് ആലുന്നബി ദരിയതി വഹുമു ഇലയ്യ വസീലതി എന്ന് ചൊല്ലിക്കൊണ്ട് മിനയിൽ നടന്നിട്ടുണ്ട് എന്ന് നൂറുദ്ദീൻ അബൂബക്കർ അൽ ഹൈസമി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് കാണാം. അല്ലാഹ് അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീയൊന്ന് കൈപിടിച്ച് രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ. അല്ലാഹ് ഞങ്ങളീ പറഞ്ഞത് ഞങ്ങളുടെ ആഖിറത്തിലേക്ക് കേട്ടവരുടെ ഹിദായത്തിലേക്ക് ഉപകാരപ്പെടുന്ന നിലക്ക് ഞങ്ങളെ നീ നന്നാക്കി മോശത്തരങ്ങൾ മാറ്റി തഖ്വയുടെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ നല്ലവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആറ്റുനോറ്റ് പോറ്റിയ ഉപ്പമാരിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് ഉസ്താദുമാരിൽ നിന്ന് താജുൽ ഉലമാ തങ്ങളവറുകളും നൂറുൽ ഉലമാ ഉസ്താദവറുകളും ഇ.കെ. മുഹമ്മദ് ദാരിമി ഉസ്താദും അടക്കമുള്ള ഒരുപാട് ആളുകൾ പരലോകത്തേക്ക് യാത്രയായി പോയി. അവരുടെ ദറജ ഉയർത്തി ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളുടെ പാപങ്ങൾ പുറത്ത് അല്ലാഹ് നാളെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനേ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമുക്ക് ദുആ ചെയ്തു തരും. അല്ലാഹു ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ താജുൽ ഉലമയുടെ പൊന്നോമന മകന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് തങ്ങളുടെ ദുആ കഴിഞ്ഞ് നമുക്ക് പിരിയാവുന്നതാണ്. ഒരു കുട്ടി മുകളിൽ നിന്ന് വീണ് 2 കൊല്ലം കൊണ്ട് പരിക്കിൽ കിടക്കുകയാണ്. ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ദുആയിൽ ഉൾപ്പെടുത്തും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു